Hi friends, NEET FINAL LAP Rapid Revision 2025 സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ ഫെമിലിയർ ആയ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ, കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയർത്തെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് പോയിന്റുകളുള്ള ഒരു ചാപ്റ്ററാണ്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാവുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്തുള്ള വിശദാംശങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? ഹിസ്റ്ററി ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ദ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആ സെഷനാണ്. അപ്പോൾ ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ ഫൈൻഡിങ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നൊരു ഒരു ഹൈപ്പോത്തസിസ്, അത് നമ്മൾ ഓൾറെഡി കേട്ടതാണ്, എന്ത് ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഈ ഹൈപ്പോത്തസിസ് പ്രൊപ്പോസ്ഡ് ബൈ ഹിപ്പോക്രാറ്റസ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആയുർവേദ സിസ്റ്റവും ഇതേപോലുള്ളൊരു കൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ്? അപ്പോൾ എന്താണത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബോഡി മൈൻഡ് വേർ ദർ ഇസ് എ ബാലൻസ് ഓഫ് സർട്ടൻ ഹ്യൂമേഴ്സ്. Persons with black bile belongs to the hot personality and would have fevers. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ആരോഗ്യം, ഹെൽത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബോഡിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ചില ഹ്യൂമറുകളുമായി ബന്ധപ്പെട്ടാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ബ്ലാക്ക് ബൈൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ബ്ലാക്ക് ബൈൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഹ്യൂമർ ബോഡിക്കകത്ത് പ്രസന്റ് ആണെങ്കിൽ ഒരു വ്യക്തി ഒരു ഹോട്ട് പേഴ്സണാലിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അതൊരു ചൂടൻ പ്രകൃതിയുള്ള ഒരാൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പഴയകാല കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് കുറെ കാലം ഈ ഒരു മെഡിസിൻ മേഖലയിൽ നിലനിന്നു, അല്ലെങ്കിൽ ഇപ്പോഴും അപൂർവമായിട്ട് ഈ കൺസെപ്റ്റിൽ ഊന്നിയിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നിലനിർത്തി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ ഒരു ബ്ലാക്ക് ഹ്യൂമർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഗുഡ് ഹ്യൂമർ കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ വരുന്നത്. പിന്നെ ഇത് വില്യം ഹാർവി എന്ന് പറയുന്ന ആ സയന്റിസ്റ്റ് ഡിസ്പ്രൂവ്ഡ് ദ ഹൈപ്പോത്തസിസ്. ഈ ഒരു കൺസെപ്റ്റ് തെറ്റാണെന്ന് തെളിയിച്ച ആളാണ് വില്യം ഹാർവി എന്ന് പറഞ്ഞത്. ഹി ഡിസ്കവേർഡ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് നോർമൽ ബോഡി ടെമ്പറേച്ചർ ഇൻ പേഴ്സൺസ് വിത്ത് ബ്ലാക്ക് ബൈൽ യൂസിങ് ദ തെർമോമീറ്റർ. നോർമലി ബ്ലാക്ക് ഹ്യൂമർ കൺസെപ്റ്റ് പ്രകാരം ഒരാൾക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ കൂടുന്നു, അതായത് അദ്ദേഹം ഒരു ചൂടൻ പ്രകൃതത്തിലേക്ക് വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. പക്ഷേ ഈ ഒരു വില്യം ഹാർവി അങ്ങനെ ഒരു തിയറിയെ കുറിച്ച് പഠനം നടത്തി. അദ്ദേഹമാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഫൈൻഡിങ്സ്, ഏറ്റവും കൃത്യമായുള്ള ഫൈൻഡിങ്സ് കൊണ്ടുവന്ന ആളും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ഗുഡ് ഹ്യൂമർ, അതുപോലെ ബ്ലാക്ക് ഹ്യൂമർ, ഇങ്ങനെയുള്ള ഹ്യൂമറുകളൊന്നും സസ്റ്റെയിൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അസുഖമുള്ള ഒരാളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ അങ്ങനെ കൂടുന്ന കണ്ടീഷൻസ് എല്ലാത്തിലും നടക്കണമെന്ന് നിർബന്ധമില്ല എന്നൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞു. അതോടുകൂടി ഈ പഴയ ബ്ലാക്ക് ബൈൽ കൺസെപ്റ്റ്, ബ്ലാക്ക് ഹ്യൂമർ കൺസെപ്റ്റ് അതോടുകൂടി തകർന്നടിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ബോഡിക്കകത്ത് ഹാർട്ട്, ബ്ലഡ് വെസൽസ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെ പഴയ കൺസെപ്റ്റ് പ്രകാരമുള്ള ആ ഒരു ഹ്യൂമർ സിസ്റ്റം അല്ല, അല്ലെങ്കിൽ ബ്ലാക്ക് ഹ്യൂമർ സിസ്റ്റം അല്ല എന്നുള്ളത് ഇദ്ദേഹം പ്രൂവ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ ഈ ഒരു മെഡിസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ആ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഹെൽത്ത് എന്താണെന്നുള്ളതാണ്. എന്താണ് ഹെൽത്ത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്നെസ്. അപ്പോൾ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്നെസ്സിനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതിനകത്ത് ഇമോഷണൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ഹെൽത്ത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് മോഡേൺ ഡേ വേൾഡിനകത്ത്. പിന്നെ ഹെൽത്ത് ഈസ് അഫക്റ്റഡ് ബൈ, എന്തൊക്കെ ബേസ് ചെയ്തിട്ട് ആണ് ഹെൽത്ത് നിലനിൽക്കുന്നത്, എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന് എന്താണ്? ജനറ്റിക് ഡിസോർഡേഴ്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡേഴ്സ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരാളുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷൻസ്, പിന്നെ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡേൺ ഡേയിൽ ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഒരു നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതും
ഈ ഒരു ആരോഗ്യത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ ഫുഡ്, വാട്ടർ, റെസ്റ്റ്, എക്സസൈസ്, ഹാബിറ്റ്സ് എല്ലാം ഈ ലൈഫ് സ്റ്റൈൽ സെഷനകത്ത് വരുന്നതാണ്. അപ്പോൾ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഔട്ട്ലുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളിലൂടെ നമുക്ക് കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഡിസീസ്. എന്താണ് ഡിസീസ്? എനി ഓൾട്രേഷൻ ഫ്രോം ദ കണ്ടീഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഇസ് കോൾഡ് ഡിസീസ്. ഈ ഹെൽത്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് എന്ത് മാറ്റം വന്നാലും നമുക്ക് അതിന് ഡിസീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഡിസീസുകൾ പല ടൈപ്പ് ഉണ്ട്, പല കാറ്റഗറൈസേഷൻസ് ഉണ്ട്. നമ്മൾ സിമ്പിൾ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. എന്താണ് ഡിസീസസ്? രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഒന്ന് ഇൻഫെക്ഷ്യസ്, രണ്ടാമത്തെ നോൺ ഇൻഫെക്ഷ്യസ്. ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ഫ്രം വൺ പേഴ്സൺ ടു ദി അതർ. നോൺ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ട്രാൻസ്മിറ്റ് ഫ്രം വൺ പേഴ്സൺ ടു ദി അതർ. ദ ഇന്റേണൽ റീസൺസ് മേ ബി ദർ ഫോർ ദ ഡിസീസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് സെഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തോജൻസ്. അത് നമ്മൾ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പാരസൈറ്റ്സ് ആർ ദ പാത്തോജൻസ് ആസ് ദേ ഹാം ദ ഹോസ്റ്റ്. അപ്പൊ ഈ ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പാത്തോജൻസ് എന്നാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നല്ലേ. അപ്പൊ ഡിസീസ് രണ്ട് സെക്ഷൻ, ഇൻഫെക്ഷസും നോൺ ഇൻഫെക്ഷസും. ഇനി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള ചില ഇൻഫെക്ഷസ് ഡിസീസുകളുടെ കേസുകളാണ്. കോമൺ ആയിട്ടുള്ള ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കിടക്കാൻ പോകുന്നത് കോമൺ ഇൻഫെക്ഷൻ ഡിസീസസിൽ ഏതാണ്? ബാക്ടീരിയൽ ഡിസീസുകളിലേക്കാണ്. അപ്പൊ എന്താണ് അതിന്റെ സെഷൻസ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് പാത്തോജൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബാക്ടീരിയൽ ഡിസീസിൽ ഫസ്റ്റ് പാത്തോജനിക് ഡിസീസ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പാത്തോജൻ ഏതാണ്? സാൽമണല്ല ടൈഫി. ഒക്കെ അറിയാവുന്നതാണ് നമുക്ക്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഇറ്റ് എൻറ്റേഴ്സ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ ആൻഡ് മൈഗ്രേറ്റ് ടു ദ അതർ ഓർഗൻസ് ത്രൂ ബ്ലഡ്. അതായത് ഫുഡ് ആൻഡ് വാട്ടർ വഴി ഡയസിസിലേക്ക് എത്തുകയും മറ്റുള്ള ഓർഗൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ പാത്തോജനിക് ഓർഗാനിസമാണ് ഈ പറഞ്ഞ സാൽമണല്ല ടൈഫി എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെ സിംറ്റംസ് ഇത് ബോഡിക്കകത്ത് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒന്ന് സസ്റ്റെയിൻഡ് ഹൈ ഫീവർ, 39 ഡിഗ്രി 40 ഡിഗ്രി സി ബേസ്, ആ ഒരു ലെവലിലുള്ള ഫീവർ ഉണ്ടാവുന്നു. ഹെഡ് ഏക്ക്, വീക്ക്നെസ്, സ്റ്റൊമക് പെയിൻ, constipation and loss of appetite, intestinal perforation and death may occur. അപ്പൊ എന്താ അത്? സസ്റ്റെയിൻഡ് ഹൈ ഫീവർ, പനി സാധാരണ ഇതിൽ കൂടിയ അളവിൽ ഉണ്ടാവുന്നു. പിന്നെ ഹെഡ് ഏക്ക്, വീക്ക്നെസ്, സ്റ്റൊമക് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, പിന്നെ ഇൻറ്റെസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് മേ occur. ഈ രീതിയിൽ ഒരു മനുഷ്യന്റെ ബോഡിക്ക് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മരണം വരെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഗാനിസം കാറ്റഗറിയാണ് ഈ സാൽമണല്ല ടൈഫി എന്ന് പറയുന്നത്. ഈ ഡിസീസിനെ പറയുന്ന പേര് ടൈഫോയിഡ്. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ടൈഫോയിഡ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, വൈഡൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ടെസ്റ്റ് ഉപയോഗിച്ച് പാത്തജന്റെ എക്സിസ്റ്റൻസ് നമുക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റും. ഡിസീസിന്റെ ആ ഒരു കണ്ടീഷൻ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ ഒക്കെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ട്രീറ്റ്മെന്റുകളിലൂടെ ഇത് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഇഷ്യൂ നമുക്ക് കംപ്ലീറ്റ് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ അഡ്വാൻസ് സ്റ്റേജുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ബുദ്ധിമുട്ടാണ്. അത് മിക്കവാറും മരണത്തിലേക്ക് അയാളെ കൊണ്ടുപോകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ അടുത്ത ഡിസീസിലേക്ക് കിടക്കാം, ന്യൂമോണിയ. രണ്ടാമത്തെ എക്സാമ്പിൾ ആണെന്ത്? ന്യൂമോണിയ എന്ന് പറയുന്നത്. ന്യൂമോണിയ. ഓക്കെ, അപ്പൊ ഇത് സാധാരണഗതിയിൽ ബാധിക്കുന്നത് ഇറ്റ് ഇൻഫെക്ട്സ് ലങ് ആൽവ്യൂളെ. ലങ്സിനകത്തുള്ള ആൽവ്യൂളേനാണ് പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ദ ആൽവ്യൂളെ ഗെറ്റ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ലീഡിങ് ടു ദ റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഈ ഇൻഫെക്ഷൻ വരുന്നതോടുകൂടി ആൽവ്യൂളയുടെ ഭാഗങ്ങളിൽ ഓവറായിട്ട് പിന്നെന്താണ് ഇൻഫ്ലമേഷൻ വരിക, ഈ ആൽവിയലർ റീജിയൻസിനകത്ത് ഡിസ്റ്റർബൻസ് വരിക, ഈ എയർ ട്രാൻസ്ഫർ പ്രൊസീജിയേഴ്സ്, ഗ്യാസ് എക്സ്ചേഞ്ച് പ്രൊസീജിയേഴ്സിനകത്ത് പ്രശ്നങ്ങൾ വരിക, ആൽവിയലൈ ബ്ലോക്ക് ആയി പോവുക, പിന്നെ അതുപോലെ മ്യൂക്കസ് നിറയുക, ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ റെസ്പിറേറ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ആൽവിയലൈ ഒരു ഫങ്ഷണൽ ലെവലിൽ നിന്ന് മാറി ഒരു ഇംപെയർഡ് ഫങ്ഷനിങ് പാറ്റേണിലേക്ക് പതുക്കെ പതുക്കെ മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതോടുകൂടി തന്നെ ഒരു വ്യക്തിയുടെ റെസ്പിറേഷൻ തകരാറിലായി, ബ്ലഡിനകത്ത് വേണ്ട ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യാത്ത വസ്തുക്കളായി, വീക്ക്നെസ് ആയി, പ്രശ്നങ്ങൾ അതോടുകൂടി തുടങ്ങുന്നു എന്നുള്ളതാണ് പോയിന്റ്. പിന്നെ എന്താണിത്? ഇതിന്റെ കോസ്റ്റീവ് ഓർഗാനിസം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഈ പാത്തജൻസിന്റെ പേരുകൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഇത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഹെയിലിംഗ് ദ ഡ്രോപ്ലെറ്റ്സ് ഓർ എയറോസോൾസ് റിലീസ്ഡ് ബൈ ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഷെയറിംഗ് ഗ്ലാസ് ആൻഡ് ഉട്ടൻസിൽസ്
വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. ഒന്നുമില്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് വഴി പകരുന്നു, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയ ഒരു വ്യക്തി ഉപയോഗിച്ച പാത്രങ്ങളോ ഗ്ലാസോ മറ്റു സംഗതികളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെയും പകരാൻ സാധ്യതയുണ്ട്. ഡ്രോപ്ലെറ്റ്സ് ആണ് പ്രധാനപ്പെട്ട മെത്തേഡ്. അപ്പൊ ഇത് ബാധിക്കുന്നത് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഏർലി സ്റ്റേജിലാണെങ്കിൽ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് വിജയിക്കുകയും ആൾ രക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്നത് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ന്യൂമോണിയയുടെ സിംറ്റംസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, പിന്നെ അതുപോലെ തന്നെ ഫീവർ, ചില്ല്, കഫ്, ഹെഡേക്ക്, പിന്നെ ഇൻ സിവിയർ കേസസ് ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ് ടേൺ ഗ്രേ ടു ബ്ലൂയിഷ് കളർ. ഇത്രയും സിംറ്റംസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു ന്യൂമോണിയയ്ക്ക് വരുന്നത്. അപ്പൊ ഈ സിംറ്റംസ് അപ്പിയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് സിംറ്റംസ് വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഈ വ്യക്തി പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമ്മൾ ഇത് വെച്ചുകൊണ്ടിരുന്ന് അത് സിവിയർ കണ്ടീഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ്, പക്ഷേ അത് ബിഗിനിങ് സ്റ്റേജുകളിലെ എഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അടുത്ത ഡിസീസിലേക്ക് നമ്മൾ കടക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ കോൾഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കോസ്റ്റീവ് ഓർഗാനിസം റൈനോ വൈറസ്. കോസ്റ്റീവ് ഓർഗാനിസം റൈനോ വൈറസ് ആണ്. എങ്ങനെയാണ് ഇതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്നുള്ളതാണ് നോക്കാനുള്ളത്. എന്തെങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇൻഹേലിംഗ് ഡ്രോപ്ലെറ്റ്സ് റിസൾട്ടിങ് ഫ്രം കഫ് ഓർ സ്നീസസ്, തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ പുറത്തു വരുന്ന ആ ഡ്രോപ്ലെറ്റ്സ് വഴി, ത്രൂ കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്സ്, പെൻ, ബുക്ക്, കപ്പ്, ഡോർ നോബ്സ്, കമ്പ്യൂട്ടർ ആക്സസറീസ്, ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ഒബ്ജക്റ്റുകൾ വഴിയും ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇത് വന്നു കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട സിംറ്റംസ് നേസൽ കൺജഷൻ, ഡിസ്ചാർജ്, ഫീവർ, ഹെഡേക്ക്, സോർ ത്രോട്ട്, കഫ്, ഹോയസ്നെസ്, ടയർഡ്നെസ്, ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് സാധാരണഗതിയിൽ വരാറുണ്ട്. സാധാരണ ഇത്തരം കണ്ടീഷൻസിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഇതിനകത്ത് അവൈലബിൾ അല്ല എന്നുള്ളതാണ് പ്രത്യേകത. വൈറൽ ഡിസീസ് ആണ്, കൃത്യമായിട്ട് നമുക്ക് അതിനൊരു ട്രീറ്റ്മെന്റ് ഇന്ന് കണ്ടെത്തിയിട്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പല മെഡിസിൻസും കെമിക്കൽസും യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഈ ഒരു സിംറ്റംസിന്റെ സിവിയാരിറ്റി കുറച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. നോർമൽ കേസിനകത്ത് 3 to 7 days ഈ ഒരു ഡിസീസിന്റെ ബുദ്ധിമുട്ടുകൾ ഒരാൾ ഫേസ് ചെയ്യും. അപ്പൊ അത്തരം കണ്ടീഷൻസിൽ നമ്മൾ മറ്റുള്ള മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് ഇതിന്റെ സിവിയാരിറ്റി, സിംറ്റംസിന്റെ സിവിയാരിറ്റി കുറച്ച് കൊണ്ട് ഇയാളെ പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പാത്തജനെതിരായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ആന്റിബയോട്ടിക്കോ മറ്റോ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഡിസീസിലേക്ക് നമുക്ക് പതുക്കെ കടക്കാം. അപ്പൊ അടുത്ത ഡിസീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മലേറിയ എന്ന് പറയുന്ന ഡിസീസാണ്. അപ്പൊ ഇതിന്റെ പാത്തജന്റെ പേര് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേരിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള മാലിഗ്നന്റ് മലേറിയ കോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കണം. പിന്നെ എങ്ങനെയാണിത് ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈ ദ ബൈറ്റിംഗ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. അപ്പൊ ഈ മൊസ്കിറ്റോന്റെ പ്രത്യേകത അത് 2 ഹോസ്റ്റുകളിലായിട്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഒന്ന് കൊതുകിന്റെ ബോഡിക്കകത്ത്, 2 മനുഷ്യന്റെ ബോഡിക്കകത്ത്, പിന്നെ വീണ്ടും അത് കൊതുകിന്റെ ബോഡിക്കകത്തേക്ക് അതിന്റെ ഒരു പിന്നെന്താണ് സ്റ്റേജ് ട്രാൻസ്ഫർ ചെയ്യുന്നു, വീണ്ടും മനുഷ്യന്റെ ബോഡിക്കകത്ത് ജനറേറ്റ് ചെയ്ത് വരുന്നു. ഇങ്ങനെ മനുഷ്യനിലും മോസ്കിറ്റോസിലും കൂടിയായിട്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓർഗാൻസ് ആണ്. അപ്പൊ ഇതിന്റെ ലൈഫ് സൈക്കിൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. കൃത്യമായിട്ടുള്ള ആ ഒരു ഇമേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. നമ്മൾ റാപ്പിഡ് റിവിഷൻ സെഷൻ ആയതുകൊണ്ട് വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ട് വരുന്നത്രേ ഉള്ളൂ, മനുഷ്യരിലും മോസ്കിറ്റോസിലും ആയിട്ട് ലൈഫ് കംപ്ലീറ്റ് ആക്കുന്ന അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഓർഗാനിസം കാറ്റഗറിയാണ് ഈ പറഞ്ഞ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ 2 ഹോസ്റ്റുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മൊസ്കിറ്റോയ്ക്ക് കൃത്യമായിട്ടോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ മൊസ്കിറ്റോന്റെ ബോഡിക്കകത്ത് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള പ്രത്യേകത ഉണ്ട്. മനുഷ്യനാണ് ഏറ്റവും മാരകവും ഡേഞ്ചറസും ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് മനുഷ്യന്റെ ബോഡിയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ പാത്തജന്റെ പ്രത്യേകത എന്നുള്ളത്. മനുഷ്യന്റെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ഇതിന് കഴിയും.
ഓക്കെ, ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ ലൈഫ് സൈക്കിൾ ഹ്യൂമൻ ബോഡിക്കകത്ത് നടക്കുന്ന സമയത്ത് ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇറ്റ് കോസ് ചിൽ ആൻഡ് ഫീവർ. അത് റെക്കറിങ് എവറി 3 to 4 days. ചിൽ ആൻഡ് ഫീവർ അതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഹെഡ് ഏക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ സ്കിന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞില്ല, ചിൽ, അതുപോലെ സ്വെറ്റിങ്ങിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഡ്രൈ കഫിന് സാധ്യതയുണ്ട്. സ്പ്ലീൻ എൻലാർജ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നോസിയ, വോമിറ്റിങ്ങിന് സാധ്യതകളുണ്ട്. ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ മസ്കുലാർ ഫാറ്റിഗ് വരാം. അതുപോലെ തന്നെ ഈ ഒരു മസിൽസ് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത അവസ്ഥകളിലേക്ക് വരെ കാര്യങ്ങൾ എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ് ഈ ഒരു മലേറിയ പാരസൈറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മലേറിയൽ പാത്തജൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ മലേറിയ എന്ന് പറയുന്ന ആ ഒരു ഡിസീസ്. അപ്പോൾ ഇതിനും ട്രീറ്റ്മെന്റ് ബിഗിനിങ് സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ അഡ്വാൻസ് സ്റ്റേജുകളിൽ എത്തുമ്പോഴാണ് മിക്കവാറും ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടാറ്. അപ്പോൾ പലപ്പോഴും ആ മനുഷ്യന്റെ ലൈഫ് ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്നതിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഡിസീസാണ് എന്ത്, അമീബിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. എന്താണ് അമീബിയാസിസ്? ഒരു അമീബിക് ഡിസെൻട്രി എന്നറിയപ്പെടുന്ന കണ്ടീഷനാണ്. പിന്നെ അതുപോലെ പാത്തജൻ എന്ന് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, അതാണ് പാത്തജൻ എന്ന് പറയുന്നത്. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഹൗസ് ഫ്ലൈസ് വഴി, അതായത് മെക്കാനിക്കൽ കാരിയേഴ്സ് ആണ്. ട്രാൻസ്മിറ്റ് പാരസൈറ്റ്സ് ഫ്രം ഫീക്കസ് ടു ഫുഡ് ആൻഡ് വാട്ടർ. ഹൗസ് ഫ്ലൈസ് വഴിയായിട്ട് ഫീക്കസ് നിന്ന് ഭക്ഷണത്തിലേക്കൊക്കെ എങ്ങനെയെങ്കിലും ആയിട്ട് കണ്ടാമിനേഷൻ വന്നിട്ട് അങ്ങനെയാണ് പാത്തജൻ ബോഡിക്കകത്ത് എത്തുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനൽ പെയിൻ ആൻഡ് ക്രാംസ്, സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ്, ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ വരിക. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആന്റി അമീബിക് ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ആവുന്ന കണ്ടീഷനാണിത്. പക്ഷേ ഇത് പിന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യപ്പെടാതെയും അതുപോലെ ട്രീറ്റ് ചെയ്യപ്പെടാതെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ആളുടെ ജീവന് തന്നെ ഭീഷണിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അടുത്ത ഡിസീസിലേക്ക് കടക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഹെൽമിൻ ഡിസീസ് ആണ്. അപ്പോൾ തൊട്ടു മുമ്പ് പറഞ്ഞത് ഏതാണ്? പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. ഇപ്പൊ പറയുന്നത് ഹെൽമിൻ ഡിസീസ് ആണ്. കൃത്യമായിട്ടൊക്കെ ഓർത്ത് വെക്കണം. അസ്കാരിയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ അത് അസ്കാരിയാസിസ്? അതിന്റെ ആ ഒരു കോസ്റ്റ്യൂം ഓർഗാനിസം അല്ലെങ്കിൽ പാത്തജൻ എന്ന് പറയുന്നത് അസ്കാരിസ് വേം ആണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സോയിൽ, വാട്ടർ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കണ്ടാമിനേറ്റഡ് വിത്ത് ഫീക്കസ് കണ്ടെയ്നിങ് എഗ്സ് ഓഫ് പാരസൈറ്റ്സ്. അപ്പൊ നമ്മൾ ഈ പിന്നെ മണ്ണിൽ നിന്ന് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. വാട്ടർ വഴിയായിട്ട്, വെജിറ്റബിൾസ് വഴിയായിട്ട്, ഫ്രൂട്ട്സ് വഴിയായിട്ട്. പലപ്പോഴും ഇത്തരം പിന്നെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോയിൽ, വാട്ടർ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതിനകത്തൊക്കെ ഈ ഒരു ഫീക്കൽ കണ്ടാമിനേഷനുള്ള സാധ്യത ഉണ്ട്. അതുവഴി ഒരു മനുഷ്യന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടുള്ള ഈ പാത്തജൻ മറ്റൊരാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഇത് ചെയ്യുക? ഡയസിസ്റ്റുമായി ബന്ധപ്പെട്ട് അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇത് ഉള്ളിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഇതിന്റെ സിംറ്റംസ് വരുന്നത് ഇന്റേണൽ ബ്ലീഡിങ് വരുന്നുണ്ട്, മസ്കുലാർ പെയിൻ വരുന്നുണ്ട്, ഫീവർ, അനീമിയ ആൻഡ് ബ്ലോക്കേജ് ഓഫ് ഇന്റസ്റ്റൈനൽ പാസേജ്. ഇന്റസ്റ്റൈനൽ പാസേജ് ഒക്കെ ബ്ലോക്ക് ആവുന്ന സിവിയർ കണ്ടീഷനാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണത്തെ ഡൈജഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഡയസിസ്റ്റിനകത്ത് ഉണ്ടാവില്ല. അത് വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ചെറിയ അളവിലാണ് വേംസ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആന്റി വേം ടാബ്ലറ്റുകൾ തന്നെ ധാരാളം മതിയാവും. പക്ഷേ അളവ് കൂടുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാവുന്നുണ്ട്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഈ ഇൻറ്റസ്റ്റൈനൊക്കെ ബ്ലോക്ക് ആയി കിടക്കുകയാണെങ്കിൽ പലപ്പോഴും സർജിക്കൽ മെത്തേഡാണ് ഇതിന് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഡിസീസിലേക്ക് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡിസീസ് ആയിട്ട് വരുന്നത് ഫിലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു മന്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഡിസീസാണ്. അപ്പോൾ എന്താ അത്? പാത്തജൻ എന്ന് പറയുന്നത് ഫിലേറിയൽ വേംസ്, അതായത് ഉച്ചറേറിയ എന്നൊക്കെ പറയാം, ഉക്കറേറിയ ബാൻഗോഫ്റ്റി, ഉക്കറേറിയ മലായ്, ഇതൊക്കെയാണ് പിന്നെ പാത്തജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഉച്ചറേറിയ എന്നും പറയാറുണ്ട്. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ബൈറ്റ് ഓഫ് ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ. അപ്പോൾ ഈ ഒരു പാത്തജന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഇത്തരം പാത്തജന്റെ കാര്യങ്ങളോടൊപ്പം തന്നെ അതിനകത്ത് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കണം. പിന്നെ സിംറ്റംസ് വരുന്നത് ഫിലേറിയൽ വേംസ് ലിവ് ഇൻ ലിംഫാറ്റിക് വെസൽസ്.
അപ്പോൾ പ്രധാനമായിട്ട് ഇത് ഇൻഹാബിറ്റ് ചെയ്യുന്നത് ലോവർ ലിംബുകളിലാണ് എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഇറ്റ് കോസ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓർഗൻസ് ഇൻ വിച്ച് ദേ ലീവ് ഫോർ മെനി ഇയേഴ്സ്. ലിംസ് ആൻഡ് ജനൈറ്റൽ ഓർഗൻസ് മേ ബി ഡിഫോംഡ്. അപ്പോൾ ഏത് ഭാഗത്ത് എവിടെയാണോ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നത് ആ ഓർഗൻ, അതായത് ഏത് ഭാഗത്തെ ലിംഫസിലിനകത്താണോ ഈ പാത്തജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഓർഗൻ ഇൻഫ്ലമേറ്റഡ് ആവാൻ, അതിൻ്റെ ഫോം തന്നെ മാറാൻ, രൂപം മാറാൻ, അത് തടിച്ചു വീർക്കാൻ ഒക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കാൽപാദം മുതലങ്ങ് തുടങ്ങിയിട്ട് അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഭാഗങ്ങളിലേക്ക് ഇതിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡിഫോം ചെയ്യാനുള്ള സാധ്യതകളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു പാത്തജനും കൂടിയാണത്. അപ്പോൾ നോർമലായിട്ട് ഇതിന് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സാധാരണ ഹോസ്പിറ്റൽസിലും സാധാരണ കണ്ടീഷൻസിലും അവൈലബിൾ അല്ല. കുറച്ച് അഡ്വാൻസ് ട്രീറ്റ്മെന്റുകൾ പുതുതായിട്ട് ഇത് ലോഞ്ച് ചെയ്തെന്ന് പറയുന്നുണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതൊരു ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻ ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫെയിലിയറിയാസിസ് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പം നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് ഫംഗൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കാം എന്താ ഡിസീസസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് റിംഗ് വോം എന്ന് പറഞ്ഞിട്ട്. റിംഗ് വോംസ് അപ്പോൾ പാത്തജനായിട്ട് വരുന്നത് ഏതാണ്? മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. ഈ 3 പാത്തജൻസ് സാധാരണ ഫംഗൽ ഇൻഫെക്ഷൻ ആണത്. അപ്പോൾ ഈ ഒരു 3 പാത്തജൻസ് സാധാരണഗതിയിൽ ബോഡിക്കകത്ത് അറ്റാച്ച് ആവുന്നു. അവരുടെ ആ ഒരു ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവർ സാധാരണഗതിയിൽ കാണുന്ന ഗ്രോയിൻ റീജിയൻ അല്ലെങ്കിൽ ബിറ്റ്വീൻ ടോസിലൊക്കെയാണ്. പക്ഷേ മറ്റുള്ള ശരീര ഭാഗങ്ങളിലേക്ക് ഇത് വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയുന്നത് ഫ്രം സോയിൽ ഓർ ബൈ യൂസിങ് ടവൽസ്, ക്ലോത്ത്സ്, കോംസ് എക്സെട്ര. അപ്പൊ എങ്ങനെയാത് ഈ സോയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ടവൽസ്, അതായത് ഈ ഒരു ഇൻഫെക്ഷൻ ഉള്ള വ്യക്തി യൂസ് ചെയ്തുള്ള ടവല്, ക്ലോത്ത്, കോംബ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യാം. ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ഹെൽപ്സ് ദ ഫംഗൈ ടു ഗ്രോ. ഹീറ്റ്, മോയ്സ്ചർ ഒക്കെ ഇതിന്റെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിംറ്റംസ് ആയിട്ട് പ്രധാനമായിട്ടും കാണുന്നത് ഡ്രൈ സ്കെയിലി ലെഷൻസ് ഓൺ സ്കിൻ, നെയിൽസ്, സ്കാൽപ്പ്. അപ്പോൾ സ്കാൽപ്പിൽ, നെയിൽസിൽ, അതുപോലെ സ്കിന്നിലൊക്കെ ഡ്രൈ സ്കെയിലി ലെഷൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു പിന്നെന്താണ് സിംറ്റം ആയിട്ട് വരുന്നത്. പിന്നെ ഇൻറ്റൻസ് ഇച്ചിങ് ആൻഡ് ഇറിറ്റേഷൻ. അപ്പോൾ ഇച്ചിങ്, ഇറിറ്റേഷൻ അത്രയും കൂടിയ രീതിയിൽ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോർമലി തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുകളില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ വഴി തന്നെ നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ, തിരിച്ചറിയാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെന്റ് ഫ്രം ഔട്ട്സൈഡ്, ഫ്രം ഇൻസൈഡ് നടത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിസീസ് കണ്ടീഷനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പതുക്കെ ക്യൂറിലേക്ക് എത്തും. പക്ഷേ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ സിവിയർ ആവുക, കോംപ്ലിക്കേഷൻസ് കൂടുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് സാധാരണഗതിയിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ സിവിയറിറ്റി വന്നു കഴിഞ്ഞാൽ പല ബോഡി റീജിയൻസിനകത്തും മാസീവായിട്ട് ഡാമേജുകൾ വരെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് ക്രിയേറ്റഡ് ആവും എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായി ഡിറ്റക്ട് ചെയ്യുക, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു രീതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെഷൻ ക്ലോസ് ചെയ്യാണ്. അടുത്ത സെഷനിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസ് എന്ന സെഷനിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഡിസീസ് പ്രിവെന്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിന് ഏറ്റവും നല്ല മാർഗങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അതിനകത്ത് ആദ്യം നോക്കേണ്ടത് പേഴ്സണൽ ഹൈജീൻ എന്നാണ്. അതായത് നമ്മൾ പേഴ്സണലി നമ്മൾ വൃത്തിയായിരിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം വൃത്തിയായിരിക്കുക. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കീപ് ദ ബോഡി ക്ലീൻ, ഒന്നാമത്തെ കാര്യം. പിന്നെ യൂസ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ്. നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഹൈജീനിക് ആയിട്ട്, അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഹൈജീൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസുകളുടെ കേസിൽ പബ്ലിക് ഹൈജീൻ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എക്സ്ക്രീറ്റ. കൃത്യമായിട്ട് വേസ്റ്റ്, എക്സ്ക്രീറ്റ ഡിസ്പോസ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ റിസർവോയേഴ്സ്, പൂൾസ്, സെസ്പൂൾസ്, ടാങ്ക്സ്. അപ്പോൾ ഈ റിസർവോയറുകൾ, പൂളുകൾ, സെസ്പൂൾസ്, ടാങ്ക് ഇതൊക്കെ പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ്. അതൊരിക്കലും ക്ലീൻ ചെയ്യുന്നതിന് ഒരു മടി ഉണ്ടാവാൻ പാടില്ല. അത് കൃത്യമായിട്ടുള്ള ഇന്റർവെൽസിൽ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള, അല്ലെങ്കിൽ പാത്തജൻസിന്റെ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യതയും നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മൂന്നാമത്തത് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ഓർ ദെയർ ബിലോങ്ങിങ്സ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരുപയോഗിക്കുന്ന ബിലോങ്ങിങ്സ്, ആ സംഗതികളുമായിട്ട് നമ്മൾ ഇൻഫെക്ഷൻ ഇല്ലാത്ത ആളുകൾ സാധാരണഗതിയിൽ കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല.
അപ്പം അങ്ങനെ വരുന്ന സമയത്തൊക്കെ പിന്നെ നമ്മൾ കൃത്യമായ ഒരു ശ്രദ്ധ അതിനകത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാം. പിന്നെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഓഫ് ഹൈജീൻ ഇൻ പബ്ലിക് കാറ്ററിംഗ്. പബ്ലിക്കായിട്ട് ഫുഡ് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അത് വിതരണം ചെയ്യുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ബേസ്ഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ മാസീവായിട്ട് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പബ്ലിക് കാറ്ററിംഗ് അത്രത്തോളം ശ്രദ്ധിക്കണം. പിന്നെ കൺട്രോൾ ആൻഡ് എലിമിനേഷൻ ഓഫ് വെക്ടേഴ്സ്. ഈ വെക്ടേഴ്സ് ഈ ഡിസീസ് സ്പ്രെഡിങ്ങിനകത്ത് വളരെ അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലിങ്കാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു പ്രദേശം മൊത്തം ആളുകളിലേക്ക് ഇൻഫെക്ഷൻ എത്തിക്കാൻ ഈ ഒരു കാറ്റഗറി ഓഫ് ഓർഗാനിസംസിന് കഴിയും എന്നുള്ളത് കൊണ്ട് ഇവരുടെ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോവാം. പിന്നെന്താണ് കൺട്രോൾ ആൻഡ് എലിമിനേഷൻ ഓഫ് വെക്ടേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അത് പല ഭാഗങ്ങളിൽ വീടുകളുടെയും പരിസര പ്രദേശങ്ങളിലും ഒക്കെ സംഗതികൾ ഒരുപാട് പ്രദേശത്ത് ഇത് കെട്ടിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ബിൽഡിങ്ങുകളുടെ ചുറ്റുപാടുകളിൽ, വീടുകളുടെ ചുറ്റുപാടുകളിൽ, പിന്നെ പബ്ലിക് പ്ലേസിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധ വേണം. പിന്നെ റെഗുലർ ക്ലീനിങ് ഓഫ് ഹൗസ് ഹോൾഡ് കൂളേഴ്സ്. വീട്ടിൽ കൂളർ, റെഫ്രിജറേറ്റർ പോലുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റെഗുലറായിട്ട് ഇത് ക്ലീൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതെയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മോസ്കിറ്റോനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഗ്നേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഗ് പിന്നെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട്. ഓക്കെ, പിന്നെ അടുത്ത ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് യൂസ് ഓഫ് മോസ്കിറ്റോ നെറ്റ് എന്ന് പറയുന്നത്. ഈ മോസ്കിറ്റോസിനെ ഇറാഡിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പല പല മെത്തേഡ്സ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡാണ് മോസ്കിറ്റോ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോസ്കിറ്റോ നെറ്റുകൾ രാത്രി സമയങ്ങളിൽ, ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെ റൂമുകളിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബെഡിൻ്റെ മുകളിലായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, കുട്ടികൾ കിടക്കുന്നതിൻ്റെ ഭാഗത്തൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോസ്കിറ്റോ ബൈറ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പെസ്റ്റിസൈഡ് ബേസ് ചെയ്തുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിൻ്റെ എഫക്റ്റുകൾ നമുക്കും ഉണ്ടാവും എന്നുള്ള പ്രശ്നമുണ്ട്. എന്നാൽ മോസ്കിറ്റോ നെറ്റിൽ ആ ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, പിന്നെ കൺട്രോൾ ആൻഡ് എലിമിനേഷൻ ഓഫ് വെക്ടേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ആണ് ഈ ഓർഗാനിസംസ് യൂസ് ചെയ്തുള്ള കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഗാംബൂസിയ, ഗപ്പി, ഇങ്ങനെയൊക്കെയുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ഫിഷസിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മോസ്കിറ്റോസിന്റെ ലാർവാസിനെ അല്ലെങ്കിൽ മോസ്കിറ്റോസിന്റെ ലാർവകളെ നശിപ്പിക്കാനോ മോസ്കിറ്റോസിന്റെ ആ ഒരു പ്രൊപ്പഗേഷൻ ഇല്ലാതെയാക്കാനോ ഒക്കെ നമുക്ക് പറ്റുന്ന ആ ഒരു കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് ആണത്. അപ്പോൾ ഇവർ ഈ മോസ്കിറ്റോസ് വരാൻ സാധ്യതയുള്ള മേഖലകളിൽ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ലാർവകളെ ഇവർ മാസീവായിട്ട് കൊന്നൊടുക്കുകയും മോസ്കിറ്റോന്റെ ലാർവ ഒരിക്കലും കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോം ചെയ്തിട്ട് പിന്നെ മെറ്റമോർഫോസിസ് നടന്നിട്ട് ഒരിക്കലും അത് എന്തായിട്ട് മാറില്ല, മോസ്കിറ്റോ ആയിട്ട് മാറില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ഷോർട്ട് കട്ടിലൂടെയും മോസ്കിറ്റോ കൺട്രോൾ നമുക്ക് പോസിബിൾ ആണ്. പിന്നെ സ്പ്രേയിങ് ഇൻസെക്ടിസൈഡ്സ്, അതായത് ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്തിട്ട് ഇൻസെക്റ്റുകൾ ഇല്ലാതെയൊക്കെ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള ആ ഒരു പിന്നെ ഏജന്റുകളെ ക്യാരി ചെയ്യുന്ന ഇൻസെക്റ്റുകൾ ഇല്ലാതെയൊക്കെ. അപ്പം അതിൽ മെയിനായിട്ട് മോസ്കിറ്റോ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇൻസെക്റ്റുകൾ കൂടുതൽ, ഈ മോസ്കിറ്റോസ് കൂടുതലായിട്ട് വളരാൻ സാധ്യതയുള്ള മേഖലകളിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻസെക്ടിസൈഡ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. അപ്പോൾ അത് ഡിച്ചസിൽ, അതുപോലെ ഡ്രെയിനേജ്, സ്വാമ്പി ഏരിയാസിലൊക്കെ ഇത് സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ മോസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാം. ഇനി വരുന്നത് പ്രൊവൈഡ്സ് ഡോർസ് ആൻഡ് വിൻഡോസ് വിത്ത് വയർ മെഷ്. അതായത് പിന്നെ കൊതുകുകളുടെ, മോസ്കിറ്റോസിൻ്റെ ഒക്കെ പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള പ്രദേശങ്ങളിൽ വാതിലുകളുടെയും ജനലുകളുടെ ഉള്ളിൽ വയേർഡ് മെഷ് പിന്നെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മൾ ഇൻഹാബിറ്റ് ചെയ്യുന്ന റീജിയൻസിലേക്ക് ഈ മോസ്കിറ്റോസ് വരുന്നത് നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദിസ് പ്രിക്കോഷൻസ് ക്യാൻ അവോയ്ഡ് വെക്ടർ ബോൺ ഡിസീസ് ലൈക്ക് മലേറിയ, ഫിലേറിയാസിസ്, ഡെങ്കു ആൻഡ് ചിക്കൻഗുനിയ. ഇതിനൊക്കെ നമുക്ക് പിന്നെ വരാതെ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആ ഒരു ഇൻസിഡൻസ് വരാതെ നോക്കാൻ ഈ മെത്തേഡുകൾക്കൊക്കെ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെഷനിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ഡിസീസ് എറാഡിയേഷനിൽ വാക്സിൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വാക്സിൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ഹെൽപ്പ് to control the disease like smallpox, polio, diphtheria, pneumonia, tetanus. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിസീസുകളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വാക്സിൻസ് അതുപോലെ ഇമ്മ്യൂണൈസേഷൻ ക്രൈറ്റീരിയ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് വാക്സിൻസ് എടുക്കുക, കൃത്യമായിട്ട് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകളുടെ ഭാഗമാവുക, അതിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിസീസുകളുടെ സ്പ്രെഡിങ് വളരെയധികം കുറയും.
Okay, drugs like antibiotics also helps to treat infectious disease. ആൻറ്റിബയോട്ടിക്കുകൾ ഈ ഇൻഫെക്ഷസ് ഡിസീസുകൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കഴിയാത്തൊരു കണ്ടീഷൻ വരുന്ന സമയത്ത്, അതായത് ഈ പാത്തോജനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകളുടെ ആ ഒരു ഹെൽപ്പ് ഇതിനകത്ത് എടുക്കാറുണ്ട്. അവർക്കും ഈ ഒരു ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള പാത്തോജനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മളെ ലൈഫ് സേവ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യവും ഓർക്കുക. ഓക്കെ അല്ലേ? അപ്പം നമ്മളിനി നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി ആ സെഷനിലേക്കാണ് കിടക്കുന്നത്. അപ്പം എന്താ ഇമ്മ്യൂണിറ്റി എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എന്താണ് ഇമ്മ്യൂണിറ്റി? ദ കപ്പാസിറ്റി ഓഫ് ബോഡി ടു റെസിസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഡിസീസ് കോസിംഗ് ഏജൻസ്, ഓർഗാനിസംസ് എക്സെട്ര. ഓക്കെ, അപ്പം ദ എബിലിറ്റി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു ഫൈറ്റ് ദ ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ട് കാറ്റഗറീസിലേക്കാണ് നമ്മൾ ഇമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകുന്നത്. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി: ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അതായത് ഇൻബോൺ ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, രണ്ട് സെഷൻസ് ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി? ഇറ്റ് ഈസ് എ നോൺ സ്പെസിഫിക് ഡിഫൻസ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ഇറ്റ് പ്രൊവൈഡ്സ് ബാരിയേഴ്സ് ടു ദ എൻട്രി ഓഫ് ഫോറിൻ ഏജൻസ് ഇൻ ടു അവർ ബോഡി. അപ്പോൾ ജന്മനാ തന്നെ, ജനിക്കുന്ന സമയത്ത് തന്നെ ബോഡിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കമ്പോണൻസ് ഫാക്ടേഴ്സ് വിച്ച് റെസിസ്റ്റ് ദ എൻട്രി ഓഫ് പാത്തോജൻസ് ഇൻ ടു ദ ബോഡി. ബോഡിക്കകത്തേക്ക് പാത്തോജൻസിന്റെ എൻട്രി റെസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇതിനകത്ത് 4 ബാരിയേഴ്സ് ആണ് പറയാനുള്ളത്. ഒന്ന് ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ, സൈറ്റോകിൻ ബാരിയർ. ഓക്കെ, ഫെമിലിയർ അല്ലേ? അപ്പോൾ നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മളിതിൽ പോകാനുള്ള സമയമോ സന്ദർഭമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടീം യൂണിവേഴ്സിറ്റുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏത് സമയത്തും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓൾറെഡി. അപ്പോൾ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ചോദിക്കുക, അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ പ്രിപ്പറേഷൻസ് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. ഓക്കെ, നോക്കാം നമുക്ക്. ഒന്ന് ഫിസിക്കൽ ബാരിയർ. അപ്പോൾ ഫിസിക്കൽ ബാരിയറിൽ വരുന്ന ഏതാണ്? സ്കിൻ വരുന്നുണ്ട്, പ്രിവെന്റ് എൻട്രി ഓഫ് ഫോറിൻ ബോഡീസ്. പിന്നെ മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ദ ലൈനിങ് ഓഫ് റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ആൻഡ് യൂറിനോജനൽ ട്രാക്ട് ടു ട്രാപ്പ് മൈക്രോബ്സ്. ഇതൊക്കെ ജന്മന ഇന്നേറ്റ് ആയിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്, സ്കിന്നും മ്യൂക്കസ് കോട്ടിങ്ങും ഒക്കെ. ഓക്കെ, പിന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന അടുത്തതാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഒന്ന് ഗ്യാസ്ട്രിക് എക്സിയൽ, സലൈവ, ടിയർ. ഇതെല്ലാം ഈ പാത്തജൻസിന്റെ എക്സിസ്റ്റൻസ്, എൻട്രി, അതിന്റെ മാനിഫെസ്റ്റേഷൻ, മൂവ്മെന്റ്, ആക്ടിവിറ്റീസ് ഇതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജന്മനാ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, മൂന്നാമത്തേതായിട്ട് വരുന്നതാണ് സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റ്സ് ലൈക്ക് WBC, എക്സാമ്പിൾ ന്യൂട്രോഫിൽസ് ഓർ പോളിമോർഫോ ന്യൂക്ലിയർ ലുക്കോസൈറ്റ്സ് PMNL, മോണോസൈറ്റ്സ് ആൻഡ് നാച്ചുറൽ കില്ലർ സെൽസ്. ഇത് അതുപോലെ തന്നെ മാക്രോഫേജസ്, ഇങ്ങനെയൊക്കെയുള്ള സെൽസ് ജന്മനാ തന്നെ ആ ഒരു ജനിക്കുന്ന സമയത്ത് തന്നെ ഇൻബോൺ ആയിട്ട് തന്നെ നമ്മുടെ ബോഡിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിക്കകത്ത് സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കാം. നാലാമത്തെ വരുന്ന സൈറ്റോകൈൻ ബാരിയേഴ്സ്. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് സെക്രീറ്റ് സൈറ്റോകൈൻ പ്രോട്ടീൻ കോൾഡ് ഇന്റർഫെറോൺസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇന്റർഫെറോൺസ് മറ്റുള്ള സെൽസിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു വൈറസ് അറ്റാക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. സോ ബോഡിക്കകത്തുള്ള മറ്റുള്ള സെൽസ് കൂടുതൽ ആക്റ്റീവായിട്ട്, കൂടുതൽ വിജിലന്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ സാധ്യതകൾ നമുക്ക് കുറയും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യം. ഇനി നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറയാണ്. അപ്പോൾ അതെന്താണ്? പാത്തജൻ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് മാൻ. അപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പാത്തജൻസുമായിട്ട് ഇൻട്രാക്ഷൻ നടന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഈ ഒരു അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെമ്മറി. അതിനകത്ത് മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. കൃത്യമായിട്ട് വരുന്ന പാത്തജൻസിനെ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ ഓർത്തു വെക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. During the first encounter of a pathogen, body produces primary response in low intensity. Second encounter of the same pathogen cause secondary anamnestic response in high intensity. അപ്പോൾ ആദ്യം വരുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ നടന്ന് വളരെ മൈൽഡ് ആയിട്ടുള്ള റെസ്പോൺസ് മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ടാമത് വരുന്ന ഹൈ ഇന്റൻസിറ്റിയിലാണ് ആ റെസ്പോൺസുകൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ബി ലിംഫോസൈറ്റ്സ്, ബി സെൽസ് ആൻഡ് ടി ലിംഫോസൈറ്റ്സ്. അപ്പോൾ ബി ലിംഫോസൈറ്റ്സ് എന്താണ്, ടി ലിംഫോസൈറ്റ്സ് എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം. ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഈ പാത്തജൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദീസ് ആർ ദ proteins to fight with the pathogens. പിന്നെ ടി ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത്? ഹെൽപ്പ് ബി സെൽസ് ടു പ്രൊഡ്യൂസ് ആന്റിബോഡീസ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി അസോസിയേറ്റ് ചെയ്ത് ഫംഗ്ഷൻ ചെയ്തിട്ടാണ് പാത്തജൻസിനെതിരായിട്ട് റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ,
പിന്നെ ഈ ഒരു അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആന്റിബോഡിയുടെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ട്രക്ചർ നമ്മൾ ടെക്സ്റ്റിനകത്ത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രക്ചർ അങ്ങനെ തന്നെ ബൈഹേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. അപ്പോൾ ഈ ആന്റിബോഡികൾ എന്ന് പറയുന്നത് ആന്റിബോഡി ഹാസ് 4 polypeptide chains, 2 heavy chain, 2 light chain. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ 2 heavy chain 2 light chain ഇങ്ങനെ സ്ട്രക്ചർ H2L2 എന്നാണ് സ്ട്രക്ചർ നമ്മൾ പറയാറ് പൊതുവേ. അപ്പോൾ ഇതിൽ ഈ ആന്റിബോഡികളാണ് പാത്തജൻസിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. നമ്മളുടെ ബോഡി പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡികൾ IgA, IgG, IgM, IgD, IgE ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആന്റിബോഡീസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പിന്നെ ഇതിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ ടൈപ്സ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഹ്യൂമറൽ ഓർ ആന്റിബോഡി മീഡിയേറ്റഡ് റെസ്പോൺസ് ഓർ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ടൈപ്പ്. രണ്ടാമത് സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ് ഓർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, CMI എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഇമ്മ്യൂൺ റെസ്പോൺസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ സാധാരണഗതിയിൽ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ഹ്യൂമറലും സെൽ മീഡിയേറ്റഡും. അപ്പോൾ ഈ ഹ്യൂമറൽ എന്ന് പറഞ്ഞാൽ ആന്റിബോഡി മീഡിയേറ്റഡ് ആണ്, മറ്റത് സെൽ മീഡിയേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ T ലിംഫോസൈറ്റുകളെല്ലാം കൂടെ ചെയ്യുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റി റെസ്പോൺസുകൾ കളക്റ്റീവായിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ മറ്റു ചില പ്രത്യേകതകൾ നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. ടിഷ്യൂ മാച്ചിങ് ആൻഡ് ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആർ എസെൻഷ്യൽ ബിഫോർ അണ്ടർടേക്കിംഗ് എനി ഗ്രാഫ്റ്റ് ഓർ ട്രാൻസ്പ്ലാന്റ്. കാരണം ആഫ്റ്റർ ദിസ് ദ പേഷ്യന്റ് ഹാസ് ടു ടേക്ക് ഇമ്മ്യൂൺ സപ്രസീവ് ഡ്രഗ് ഓൾ ഹിസ് ലൈഫ്. ചിലപ്പോൾ കുറച്ച് സമയത്തേക്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ സമയവും ഈ ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരാളുടെ ബോഡിക്കകത്ത് മാച്ച് ആവുന്ന രീതിയിലുള്ള ഓർഗൻസ് അല്ലെങ്കിൽ ബ്ലഡ് മറ്റുള്ള രീതിയിലുള്ള സംഗതികൾ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാനേ ഇതിനകത്ത് പോസിബിലിറ്റി ഉള്ളൂ. അതായത് മാച്ച് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരാളുടെ ബോഡിക്കകത്ത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന ആളുടെ മരണത്തിന് വരെ കാരണമാവും എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് T ലിംഫോസൈറ്റുകളാണ് എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ T ലിംഫോസൈറ്റുകളുടെ ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റിയെ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് ഇത്തരം മേഖലകളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ ടൈപ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഉണ്ട്. ആക്റ്റീവില് നാച്ചുറലും ആർട്ടിഫിഷ്യലും, പാസീവില് നാച്ചുറലും ആർട്ടിഫിഷ്യലും. ഓക്കെ, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ ആക്റ്റീവ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലെ ആക്റ്റീവ് സെഷൻ, അപ്പോൾ ഇതിൽ പിന്നെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ഇമ്മ്യൂണിറ്റി ഇൻ വിച്ച് ആന്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഹോസ്റ്റ് body when the host is exposed to antigens, example living or dead microbes or other proteins. It is slow process. It is produced by 2 ways. അപ്പോൾ it is a slow process. It is produced by 2 ways. എങ്ങനെയാണത്? ഒന്ന് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. എന്താ അത്? ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ നാച്ചുറൽ ഇൻഫെക്ഷൻ ബൈ മൈക്രോബ്സ്. അപ്പോൾ നാച്ചുറലായിട്ട് മൈക്രോബ്സ് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഈ ഒരു നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഇൻജെക്ടിങ് മൈക്രോബ്സ് ഡെലിബറേറ്റ്ലി ഡ്യൂറിങ് ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് മൈക്രോബ്സിനെ ഡെലിബറേറ്റ്ലി നമ്മൾ ഇൻജെക്ട് ചെയ്ത് അങ്ങനെ അതിനെതിരായിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് രണ്ടാമത്തെ സെഷനായിട്ട് വരുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ. ഇനി പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ, അക്വയർഡിൽ പാസീവിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഹിയർ ദ റെഡിമെയ്ഡ് ആന്റിബോഡീസ് ആർ ഡയറക്ട്ലി ഗിവൻ ടു ദ ബോഡി. അത് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ എന്താണ്? ആന്റിബോഡീസ് ഫ്രം മദർ ത്രൂ പ്ലാസൻഡ ആൻഡ് ദ ആന്റിബോഡീസ് ആർ എൻറ്റേർഡ് ടു ദ ഫീറ്റസ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് IgG ആന്റിബോഡികൾ മദറിൽ നിന്ന് പ്ലാസൻഡ വഴി ഫീറ്റസിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു പാർച്ചുലേഷൻ കഴിഞ്ഞതിന് ശേഷം ബ്രസ്റ്റ് മിൽക്ക് വഴിയായിട്ട് ആന്റിബോഡീസ് IgA ഇൻ കൊളസ്ട്രം, ആ കൊളസ്ട്രം എന്ന് പറയുന്ന ആ ഫ്ലൂയിഡ് വഴിയായിട്ട് ആന്റിബോഡീസ് ഇൻഫാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റം കാണുന്നുണ്ട്. ഇത് രണ്ടും നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. ഇതിനകത്ത് ഈ പിന്നെ ഫീറ്റസ് എന്ന് പറയുന്നത് പാസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫീറ്റസിന്റെ ബോഡിക്ക് അതിലെ ഇമ്മ്യൂൺ സിസ്റ്റവും പാസീവ് ആണ് ഈ കണ്ടീഷനിൽ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് മദറിന്റെ ബോഡിക്ക് അത് പ്രിപ്പയർഡ് ആയിട്ടുള്ള ആന്റിബോഡികൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ടെറ്റനസ് ഇൻഫെക്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിന്റെ സിവിയറിറ്റികൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആന്റി ടെറ്റനസ് സെറം എന്ന് പറയുന്നത് പാസീവ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി പ്രൊസീജിയറിന് എക്സാമ്പിളാണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ക്രൈറ്റീരിയാസും സെഷൻസും ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ഇമ്മ്യൂണൈസേഷൻ.
In the immunization, active immunization, vaccination. In this method, a preparation of vaccine, normal antigenic proteins of pathogen or inactivated pathogen. അപ്പോൾ അങ്ങനെ ഈ ഒരു preparation of vaccine is introduced into the body. It result in the development of antibodies against the specific pathogen. അപ്പോൾ killed or attenuated form of pathogen or any products from the pathogen is directly transferred into the body of a recipient to create a natural immunity against the pathogen. അതാണ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന ഡ്യൂറിങ് ദ ആക്ച്വൽ ഇൻഫെക്ഷൻ ദ ആന്റിബോഡീസ് ന്യൂട്രലൈസ് ദ ആന്റിജൻസ്. അപ്പോൾ ഈ ഒരു പിന്നെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ആയ, അതായത് ഈ ഒരു പിന്നെ വാക്സിൻ റിസീവ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ബോഡിയിൽ റിയൽ ആയിട്ട് അതിനുശേഷം ഒരു പിന്നെ പാത്തജൻ, ആ സെയിം പാത്തജൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ സഡൻ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസുകൾ വരികയും പാത്തജൻ ആ ഒരു ബോഡിക്കകത്ത് മൂവ് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു വരാൻ പോകുന്ന ഡിസീസിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രിക്കോഷൻ പ്രൊസീജിയറാണ് ഈ പറഞ്ഞ വാക്സിനേഷൻ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തേഡും ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വാക്സിൻസിനകത്ത് ചെയ്യുന്നത് എന്നുള്ളത്. ദ വാക്സിൻസ് ആൾസോ ജനറേറ്റ് മെമ്മറി ടി ആൻഡ് ബി സെൽസ്. ദേ റെക്കഗ്നൈസ് ദ പാത്തജൻ ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ പാത്തജനെ പിന്നീട് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, DPT വാക്സിൻ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. വാക്സിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് DNA റീകോമ്പിനന്റ് ടെക്നോളജി. എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹീസ്റ്റ്. അപ്പോൾ സാധാരണഗതിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള DNA റീകോമ്പിനന്റ് ടെക്നോളജി ഉപയോഗിച്ച് ഒരു വാക്സിൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വലിയ അളവിൽ വാക്സിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. എന്തായാലും വാക്സിൻസ് പറയുന്നത് ഈ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് എന്നുള്ളത് സംശയമൊന്നുമില്ല. പിന്നെ ഇമ്മ്യൂണൈസേഷനിൽ മറ്റ് ചില പോയിന്റുകൾ കൂടെ പറയേണ്ടത്. ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഓഫ് പ്രിഫോംഡ് ആന്റിബോഡീസ് ഓർ ആന്റിടോക്സിൻ. അങ്ങനെയും ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് പ്രിഫോംഡ് ആയിട്ടുള്ള ആന്റിബോഡീസോ ആന്റിടോക്സിൻസോ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്സും കാണുന്നുണ്ട്. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ്. സാധാരണഗതിയിൽ ഒരു വാക്സിൻ കൊടുത്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്ത് അത് മെമ്മറിയിൽ സൂക്ഷിച്ച് പിന്നീട് റിയൽ പാത്തജൻ വരുന്ന സമയത്ത് ഒക്കെ പിന്നെ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം എടുക്കുന്ന ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്നാൽ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് പിന്നെന്താണ് ഒരു പാത്തജനെതിരായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഒന്ന് പ്രിഫോംഡ് ആന്റിബോഡീസ് അല്ലെങ്കിൽ ആന്റിടോക്സിൻസ് ബോഡിക്കകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ടെറ്റനസിനെതിരെ അതുപോലെ തന്നെ സ്നേക്ക് വെനത്തിനെതിരെയൊക്കെ ആയിട്ടുള്ള ആ ഒരു പ്രിഫോംഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ബോഡിക്കകത്ത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡും ഈ ഇമ്മ്യൂണൈസേഷൻ പ്രൊസീജിയറിലുണ്ട്. വാക്സിൻ ചെറുതായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സാധാരണഗതിയിൽ നടക്കുന്നത്. അപ്പോൾ അത് പ്രിഫോംഡ് എന്ന് പറഞ്ഞ സെഷനിലാണ്. പ്രിഫോംഡ് ആന്റിബോഡീസ് ഓർ ആന്റിടോക്സിൻസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ബോഡി അഗെയിൻസ്റ്റ് സം സ്പെസിഫിക് ആന്റിജനിക് ഏജൻസ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മൾ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് കമ്പോണൻസ് ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം? ഇറ്റ് ഈസ് എ സിസ്റ്റം ദാറ്റ് ഗീവ്സ് ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി ബൈ റെക്കഗ്നൈസിങ്, റെസ്പോണ്ടിങ് ആൻഡ് റിമെമ്പറിങ് ഫോറിൻ ആന്റിജൻസ്. അതാണ് ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അലർജിക് റെസ്പോൺസിൽ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഇത് ഇമ്മ്യൂൺസിന്റെ കമ്പോണൻസ് ആയിട്ട് വരുന്ന ലിംഫോയിഡ് ഓർഗൻസ്, ടിഷ്യൂസ്, സെൽസ് ആൻഡ് ആന്റിബോഡീസ്, ഇതൊക്കെയാണ് കമ്പോണൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ഓർഗൻസ് വേർ ഒറിജിൻ, മെച്ചുറേഷൻ ആൻഡ് പ്രൊളിഫറേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് ഒക്കേഴ്സ്. അതാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ലിംഫോയിഡ് ഓർഗനെ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗനിൽ വരുന്നത് ദ ഓർഗൻസ് വേർ ദ ലിംഫോസൈറ്റ്സ് ആർ മെച്ചുവർഡ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ടു ആന്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ്സ്. അതായത് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ബോഡിക്കകത്ത് ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സെല്ലുകളുടെ ആ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഫോമേഷൻ, ഡെവലപ്മെന്റ്, ഗ്രോത്ത്, പിന്നെ അതുപോലെ ഫങ്ഷൻ അറ്റൈൻമെന്റ്, ഇതൊക്കെ നടക്കുന്ന ആ ഒരു റീജിയൻസിനെയാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗനായിട്ട് കൺസിഡർ ചെയ്യുന്നത്.
ഇതിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് ബോൺ മാരോയും അതുപോലെ തന്നെ തൈമസും. ബോൺ മാരോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ലിംഫോയിഡ് ഓർഗൻ. തൈമസ് അതിന്റെ സെക്കൻഡറി ആയിട്ട് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് അല്ല, പ്രൈമറിയിലെ രണ്ടാമത് വരുന്നതാണ് ഈ ഒരു തൈമസ്. പ്രൈമറിയിലെ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ ബോൺ മാരോ തന്നെയാണ്. എല്ലാ WBCസിന്റെയും ഫോർമേഷൻ നടക്കുന്നത് ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഇതിൽ T ലിംഫോസൈറ്റുകളുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മെച്ചുറേഷനൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത് ആ ഒരു എവിടെയാണ്, തൈമസ് ഗ്ലാൻഡിനുള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തൈമസ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബോൺ മാരോ എന്ത് ചെയ്യുന്നു, തൈമസ് എന്ത് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ബോൺ മാരോ എന്ന് പറയുന്നത്? സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓൾ ബ്ലഡ് സെൽസ് ഇൻക്ലൂഡിങ് B and T ലിംഫോസൈറ്റ്സ്. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. തൈമസിന്റെ കാര്യം ഒരു ബൈലോബ്ഡ് ഓർഗൻ ആണ്. അത് എവിടെയാണ് കാണുന്നത് ഓൾറെഡി നമുക്കറിയാം, തൊറാസിക് റീജിയനിൽ നിയർ ദ ഹാർട്ട് ആൻഡ് ബിനീത്ത് ദ ബ്രസ്റ്റ് ബോൺ, അവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഈസ് ലാർജ് ഡ്യൂറിങ് ബർത്ത്. ജനന സമയത്ത് ഇതിന്റെ സൈസ് കൂടുതലാണ്. ബട്ട് ഗ്രാജുവലി റെഡ്യൂസസ് ഇൻ സൈസ് ആൻഡ് ബിക്കം വെരി സ്മോൾ ഇൻ പ്യൂബർട്ടി. പ്യൂബർട്ടി എത്തുമ്പോഴേക്ക് തീരെ ചെറുതായിട്ടുണ്ടാവും. പിന്നെ ഇമ്മച്വർ T ലിംഫോസൈറ്റ്സ് ഫ്രം ബോൺ മാരോ ഈസ് മൈഗ്രേറ്റഡ് ടു തൈമസ് ആൻഡ് മെച്വർ. ഇമ്മച്വർ ആയിട്ടുള്ള ആ ഒരു പിന്നെന്താണ് ലിംഫോസൈറ്റ്സ് ബോൺ മാരോയിൽ നിന്ന് മൂവ് ചെയ്ത് ബ്ലഡ് വഴി മൂവ് ചെയ്ത് തൈമസിലെത്തി അവിടെ വെച്ചിട്ടാണ് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ, ഫംഗ്ഷൻ അറ്റൈൻമെന്റ് ഒക്കെ നടക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡറിയിലേക്ക് കിടക്കുകയാണ്. ദി ഓർഗൻസ് ടു വിച്ച് മെച്ചുവർഡ് ലിംഫോസൈറ്റ്സ് മൈഗ്രേറ്റ് ഫ്രം പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഇന്ററാക്ട് വിത്ത് ആന്റിജൻസ് ആൻഡ് ദെൻ പ്രോളിഫറേറ്റ് ടു ബിക്കം എഫക്ടർ സെൽസ്. അപ്പോൾ ഈ ഒരു പിന്നെ പ്രൈമറിയിൽ ഫോം ചെയ്ത ലിംഫോയിഡ് സെൽസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ് അല്ലെങ്കിൽ ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു, നേരെ പിന്നെ സെക്കൻഡറികളിലേക്ക് മൂവ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ടാണ് അവർ ആന്റിജൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, പ്രോളിഫറേറ്റ് ചെയ്യുന്നത്, എഫക്ടർ സെൽസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമ്മുടെ സ്പ്ലീൻ, ലിംഫ് നോഡ്സ്, ടോൺസിൽസ്, പെയർസ് പാച്ചസ്, പിന്നെ അതുപോലെ തന്നെ മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, മാൾട്ട്, അപ്പൻഡിക്സ്, ഇതൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സെഷൻസിൽ വരുന്ന അല്ലെങ്കിൽ ഈ സെക്കൻഡറിൽ വരുന്നതെന്നൊന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോകാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് സ്പ്ലീൻ ആണ് ആദ്യത്തെ ഓർഗൻ. ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആണ്. കണ്ടെയ്ൻസ് ലിംഫോസൈറ്റ്സ് ആൻഡ് ഫാഗോസൈറ്റ്സ്. റിമൂവ്സ് വോൺ ഔട്ട് RBC ആൻഡ് മൈക്രോ ഓർഗാനിസം ഫ്രം ബ്ലഡ്. നമ്മൾ ഗ്രേവ് യാർഡ് ഓഫ് RBC എന്നൊക്കെ പറയുന്ന ആ ഒരു ഓർഗൻ തന്നെയാണത്. പാത്തജൻസുമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഇന്ററാക്ഷൻ നടത്തുകയും അവരെ ആ പാത്തജൻ ഡിസ്ട്രക്ഷനിലേക്ക് കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഇത്. എറിത്രോസൈറ്റ്സിന്റെ റിസർവോയർ ആണ് ഏതിൽ, ഫീറ്റസിൽ. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള ഓർഗനാണ് എന്ത്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനിൽ ഫസ്റ്റ് വരുന്ന സ്പ്ലീൻ എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് എന്താണ്, ലിംഫോയിഡ് ഓർഗൻസിൽ സെക്കൻഡറിയിൽ വരുന്നതാണ് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഫൗണ്ട് ഇൻ ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, മൈക്രോ ഓർഗാനിസിനെ ട്രാപ്പ് ചെയ്യുന്നു, മറ്റുള്ള ആന്റിജൻസിനും ട്രാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ട്രാപ്ഡ് ആയിട്ടുള്ള ആന്റിജൻസ് ആക്ടിവേറ്റ് ലിംഫോസൈറ്റ്സ്. അതിനകത്ത് എക്സിസ്റ്റ് ചെയ്ത ലിംഫോസൈറ്റുകൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഇന്ററാക്ഷൻസിൽ നമ്മുടെ ബോഡിക്കകത്തേക്ക് എൻ്റർ ചെയ്ത ആന്റിജൻസ് അല്ലെങ്കിൽ പാത്തോജൻസ് നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ സെക്കൻഡറിൽ ഇനി വരുന്നതാണ് മാൾട്ട്. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ലൈനിങ് ഓഫ് റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ് ആൻഡ് യൂറിനോജെനൽ ട്രാക്ട്. റെസ്പിറേറ്ററി സിസ്റ്റത്തിനകത്ത്, ഡൈജസ്റ്റിനകത്ത്, യൂറിനോജെനൽ ട്രാക്ടിനകത്തുള്ള ഇന്നർ ലൈനിങ്ങുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും മാൾട്ട് കാണുന്നത്. അതെന്താ ചെയ്യുന്നത്, 50% ലിംഫോയിഡ് ടിഷ്യൂ തന്നെയാണ്. അപ്പോൾ വളരെ ശക്തമായിട്ട് പാത്തോജൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ, ഡിസ്ട്രക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആ ഒരു പിന്നെ ടിഷ്യൂ ആണ് മാൾട്ട് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഈ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ ടോൺസിൽസ്, ഈ ഒരു ത്രോട്ട് റീജിയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ബക്കൽ റീജിയന്റെ എൻഡ് ഏരിയയുമായി ബന്ധപ്പെട്ട് കാണുന്ന ടോൺസിൽസ്, ആ ടോൺസിൽസ് ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് പാത്തോജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ററാക്ഷൻസിലും. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ആ പെയർസ് പാച്ചസ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ലിംഫോയിഡ് ടിഷ്യൂസ് അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പാത്തജനിക് ഇന്ററാക്ഷനിൽ വളരെ എഫക്റ്റീവായിട്ട് പങ്കെടുക്കുകയും അതുപോലെ പാത്തജൻസിനെ നശിപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു റീജിയനാണ് പെയർസ് പാച്ചസ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി വരുന്നത് വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഡയസിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു റീജിയൻ. അതിനകത്തുള്ള ടിഷ്യൂസും ഈ രീതിയിൽ പാത്തജൻസിനെ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാനും റെക്കഗ്നൈസ് ചെയ്യാനും അതിനെതിരായിട്ട് കൃത്യമായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ജനറേറ്റ് ചെയ്യാനും നശിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരുപാട് ടിഷ്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനാണ് ഈ ഒരു വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പൻഡിക്സും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനാണ്. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പോകുന്നില്ല. നമ്മൾ കുറഞ്ഞ സമയമുള്ളൂ, സമയപരിമിതി ഉള്ളതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഈ കാര്യങ്ങളൊക്കെ, കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്തത് അലർജി. അപ്പൊ എന്താ അലർജി? ഇറ്റ് ഈസ് ദ എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ടു സം ആന്റിജൻസ് സച്ച് സീൻ ഇൻ എൻവയോൺമെന്റ്.
അപ്പോൾ എൻവയോൺമെന്റിൽ കാണുന്ന ചില പ്രത്യേകതരം ആന്റിജൻസിനോട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കാണിക്കുന്ന എക്സാജറേറ്റഡ്, പെരുപ്പിച്ച് കാണിക്കുക അല്ലെങ്കിൽ വലുതാക്കി കാണിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ എക്സാജറേറ്റഡ് റെസ്പോൺസ് ആണ് അലർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഏജൻസിനെ നമ്മൾ പറയുന്നതാണ് അലർജൻ, സബ്സ്റ്റൻസസ് കോസിങ് അലർജി. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് മൈറ്റ്സ് ഇൻ ഡസ്റ്റ്, പോളൻസ്, ആനിമൽ ഡാൻഡർ, ഫർ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. പിന്നെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് ആൻഡ് അലർജൻസ് ആർ IgE ടൈപ്സ്. അപ്പോൾ ഈ ആന്റിബോഡീസ് അലർജൻസിനെതിരായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് IgE എന്ന് പറയുന്ന ടൈപ്പിലാണ്. പിന്നെ IgE ബൈൻഡ്സ് ഓൺ മാസ് സെൽസ് ടു റിലീസ് ദ കെമിക്കൽ ലൈക്ക് ഹിസ്റ്റമിൻ ആൻഡ് സെറട്ടോണിൻ ഫ്രം ദം. ഇറ്റ് റിസൾട്ട് ഇൻ അലർജിക് റിയാക്ഷൻസ്. അപ്പോൾ ഈ മാസ് സെല്ലിലേക്ക് IgE ആന്റിബോഡീസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ മാസ് സെല്ലുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹിസ്റ്റമിൻ, സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് അലർജി കണ്ടീഷനിലേക്ക് ഒരു വ്യക്തിയുടെ ബോഡിയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ അലർജി എന്ന് പറയുന്നത് അതിന്റെ സിംറ്റംസിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സ്നീസിങ്, വാട്ടറേസ്, റണ്ണിങ് നോസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, വീസിങ്, സ്കിൻ റാഷസ് ഒക്കെ അതിന്റെ നോർമൽ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. പിന്നെ ഇത് എന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ് ഓഫ് അലർജി. ഈ ഒരു പേഷ്യൻസിന് ആ ചില ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് പിന്നെ നമുക്ക് ഈ അലർജി ഉണ്ടോ ഇല്ലേ, ഏതൊക്കെ മെറ്റീരിയലിനോടാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള മാർഗങ്ങളൊക്കെ ഇന്ന് നമുക്കുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ അലർജി കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ തിരിച്ചറിയുക, ആന്റി അലർജിക് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അലർജിയെ കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ അത് അയാളുടെ ജീവന് തന്നെ ഭീഷണിയാവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അലർജിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ഒരു കണ്ടീഷൻ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്താ ഓട്ടോ ഇമ്മ്യൂണിറ്റി? ഇൻ ഹയർ വേർട്ടിബ്രേറ്റ്സ് മെമ്മറി ബേസ്ഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഇവോൾവ്ഡ് ബേസ്ഡ് ഓൺ ദ എബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ഫോറിൻ ഓർഗാനിസംസ് ഫ്രം cells. Sometimes due to genetic or other unknown reasons, the body attacks cells resulting damages to the body. It is called autoimmune disease. Example, rheumatoid arthritis. അപ്പോൾ എന്താണത്? നമ്മളുടെ ബോഡിക്ക് സെൽഫ്, നോൺ സെൽഫ്, അത് അങ്ങനെയുള്ള കൃത്യമായുള്ള ഒരു ഡിറ്റർമിനേഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ കമ്പോണൻസ് പുറത്തുനിന്ന് വരുന്ന ഫോറിൻ മെറ്റീരിയൽസിനൊക്കെ തിരിച്ചറിയാൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കഴിയും. എന്നാൽ ജനറ്റിക് ആയിട്ട് മറ്റെന്തെങ്കിലും റീസൺസ് കൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ എന്താ സംഭവിക്കുക? ഈ നമ്മുടെ ബോഡിയുടെ കമ്പോണൻസിനെ തന്നെ ഫോറിൻ മെറ്റീരിയൽസ് ആയിട്ട് അല്ലെങ്കിൽ ആന്റിജൻസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇമ്മ്യൂൺ സിസ്റ്റം അതിന്റെ ഫംഗ്ഷൻ മാറ്റുന്നു. ഇതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ ബോഡിക്കകത്ത് ഏത് ഭാഗത്തും ഏത് റീജിയനിലും മാസീവായിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് പലപ്പോഴും രോഗാവസ്ഥകളിലേക്ക്, ഡിസീസ് കണ്ടീഷൻസിലേക്ക് ഒരു ബോഡി എത്തിക്കുന്നുണ്ട്. ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് നമ്മൾ പറയുന്നത് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പറയുന്നത്. ജോയിന്റുകളെ വളരെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ കൂടിയാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ, അടുത്തത് എയ്ഡ്സ്. അപ്പൊ നോക്കാം എന്താണ് ഡിസീസ് എന്നുള്ളത്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. സിൻഡ്രോം മീൻസ് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്. ഒരു കളക്ഷനാണ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് HIV എന്ന് പറയുന്ന വൈറസ് ആണ് ഈ കണ്ടീഷനിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത്. HIV ഈസ് എ റിട്രോവൈറസ് വിത്ത് RNA ജീനോം. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1981 ഈ കഴിഞ്ഞ 25 വർഷം, ഇത് ഒരു ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക്കൽ ഡാറ്റ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. കഴിഞ്ഞ 25 വർഷമായിട്ട് 25 മില്യൺ പേഴ്സൺസ് ആർ കിൽഡ് വിത്ത് ദിസ് ഡിസീസ്. പക്ഷെ ഇതൊന്നും കൃത്യമായൊരു കണക്കാന്ന് പറയാൻ പറ്റില്ല. മരണനിരക്ക് ഇതിന്റെ എത്രയോ മേലെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ എങ്ങനെയൊക്കെ ഇത് ട്രാൻസ്ഫർ ചെയ്യാം? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്മിഷൻ നടക്കുന്ന മെത്തേഡുകൾ ഇപ്പം എന്താണ്? സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ഒന്നാമത്തെ ആ ഒരു മെത്തേഡ്. രണ്ടാമത്തെ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രൊഡക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട്. പിന്നെ ഷെയറിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നീഡിൽസ് ഷെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ചൈൽഡ് ടു പ്ലാസന്റ. അത് പിന്നെ അങ്ങനെയും സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മദറിൽ നിന്ന് പ്ലാസന്റ വഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല, പക്ഷെ അപൂർവമായിട്ട് അങ്ങനെയും നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹൈ റിസ്ക് ഉള്ള ആളുകൾ, ഈ HIV ഹൈ റിസ്ക് ഉള്ള ആളുകൾ, ഇൻഡിവിജ്വൽസ് വിത്ത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഒന്ന്. പിന്നെ ഇൻഡിവിജ്വൽസ് ഹു റിക്വയർ റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ ഡ്രഗ് അഡിക്ട്സ് ഹു ടേക്സ് ഡ്രഗ് ഇൻട്രാവീനസ്ലി.
ചിൽഡ്രൻ ബോൺ ടു HIV ഇൻഫെക്റ്റഡ് മദർ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഹൈ റിസ്ക് ആണ്, ഇവർ ഹൈ റിസ്ക് കാറ്റഗറിയാണ്. പിന്നെ HIV ഡു നോട്ട് സ്പ്രെഡ് ബൈ മിയർ ടച്ച് ഓർ ഫിസിക്കൽ കോണ്ടാക്ട്. അങ്ങനെ വെറുതെ ടച്ചോ ഫിസിക്കൽ കോണ്ടാക്റ്റോ വഴിയായിട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്യില്ല. അത് ബോഡി ഫ്ലൂയിഡ്സിന് ഇൻട്രാക്ഷൻ വഴിയാണ് സാധാരണയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ കിസ്സിങ്, ഹഗ്ഗിങ്, ഷെയറിങ് ഓഫ് ഫുഡ്, ഇൻസെക്ട് ബൈറ്റ്സ്, ടോയ്ലറ്റ് സീറ്റുകൾ വഴി, ബാത്തിങ്, ഒരുമിച്ച് കുളിക്കുന്നതിന്റെ ഭാഗമായിട്ട്, സ്നീസസ് ആൻഡ് കഫ്, സ്വെറ്റ്, ഇതിലൂടെ ഇത്തരം മെത്തേഡുകളിലൂടെ ഒന്നും ഇത് ട്രാൻസ്ഫർ ചെയ്യാറില്ല എന്നുള്ള കാര്യവും ഓർത്തു വെക്കണം. ഇനി there is a time lag from few months 5 to 10 years between the infection and appearance of symptoms. സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് ഒരാളുടെ ബോഡിക്കകത്ത് പാത്തജൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സിംറ്റംസ് വരാൻ ചിലപ്പോൾ ദിവസങ്ങളെടുക്കാം, ആഴ്ചകളെടുക്കാം, ചിലപ്പോൾ 5-10 വർഷം വരെ എടുക്കാം. അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഈ ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ HIV ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു വൈറസിന്റെ ആ ഒരു നമ്മുടെ ബോഡിക്കകത്തുള്ള ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിഗറാണത്. ഈ ഫിഗർ കൃത്യമായിട്ട് ബൈഹേർട്ട് ആയിരിക്കണം, ഓരോ സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വൈറസ് നമ്മൾ ബോഡിക്കകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് വൈറസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന, വൈറസിനെ ഡിസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഇമ്മ്യൂൺ സിസ്റ്റം സെല്ലുകളെ അത് ഈ വൈറസ് അതിൻ്റെ ഫാക്ടറിയാക്കി മാറ്റുക ചെയ്യുന്നത്. അതിൻ്റെ കൃത്യമായ സ്റ്റേജുകൾ ഈ ഫിഗറുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ സെല്ലിനെയും നമ്മുടെ ബോഡിക്കകത്ത് പ്രൊട്ടക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന സെല്ലുകളെ വൈറസ് അതിൻ്റെ ഫാക്ടറിയാക്കി മാറ്റുകയും ആ സെല്ലുകളിൽ നിന്ന് ആയിരക്കണക്കിന് വൈറസിൻ്റെ കോപ്പീസ് ക്രിയേറ്റ് ചെയ്ത് പുറത്തു വരികയും ചെയ്യുന്നു. അങ്ങനെ ഗ്രാജുവലായിട്ട് നമ്മുടെ ബോഡിക്കകത്തുള്ള ആ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊട്ടക്റ്റീവ് സെൽസിൻ്റെയും ഡിസ്ട്രക്ഷനിലേക്ക് ഈ ഒരു വൈറസ് എത്തുന്നു എന്നുള്ളതാണ്. അതോടുകൂടി ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി, അതുപോലെ തന്നെ അതിൻ്റെ റെക്കഗ്നീഷൻ പവറും നഷ്ടപ്പെട്ട് ഇമ്മ്യൂൺ സിസ്റ്റം പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യാത്തൊരു ബോഡിക്കകത്തേക്ക് ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജൻസ്, അവസരം നോക്കി നടക്കുന്ന ഏത് പാത്തജനും എൻ്റർ ചെയ്യാനും കൃത്യമായുള്ള ഡിസീസ് കണ്ടീഷനിലേക്ക് അയാളെ കൊണ്ടുപോകാനും മരണത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കാനും കഴിയും. അങ്ങനെയാണ് ബോഡിക്കകത്ത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം ഇതിനകത്ത് ഓർക്കണം. അപ്പോൾ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നതിന്റെ എഫക്ട്സ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്. എഫക്ട്സ് എന്താ വരുന്നത്? ഡ്യൂറിങ് ദിസ് പീരിയഡ് ദ പേഴ്സൺ സഫേഴ്സ് ഫ്രം ഫീവർ, ഡയേറിയ ആൻഡ് വെയിറ്റ് ലോസ്. സാധാരണഗതിയിൽ വരുന്ന സിംറ്റംസ് ആണ്. പക്ഷേ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആ പാത്തജൻസ് ബോഡിക്കകത്ത് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പാത്തജൻ നമ്മുടെ ബോഡിക്കകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന സിംറ്റംസ് ആണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. അല്ലാതെ എയ്ഡ്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഒരു പെർട്ടിക്കുലർ സിംറ്റം ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. Due to the deficiency of T helper cells, he or she may be infected with. അപ്പോൾ ഈ ഒരു ഹെൽപ്പർ സെൽസ്, ടി സെൽസും ബി സെൽസും ഒന്നും കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ ബോഡിക്കകത്ത് മൈക്രോ ബാക്ടീരിയം, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ് ലൈക്ക് ടോക്സോപ്ലാസ്മ, ഇങ്ങനെ പലതിൻ്റെയും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മാസീവ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? എലീസ ടെസ്റ്റ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ, അതാണ് കാര്യമായിട്ട് ഇതിന്റെ റെക്കഗ്നീഷൻ യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ട്രീറ്റ്മെന്റിന്റെ കാര്യം എങ്ങനെയാണ്? ആന്റി വൈറൽ ഡ്രഗ്സ് ആർ പാർഷ്യലി എഫക്റ്റീവ്. കംപ്ലീറ്റ് ആയിട്ട് പാത്തജനെ ഇറാഡിയേറ്റ് ചെയ്യാനോ നമ്മുടെ ബോഡിക്കകത്ത് റിമൂവ് ചെയ്യാനോ ഒന്നും കഴിയില്ല. പാത്തജൻസിനെ ദേ ക്യാൻ ഓൺലി പ്രൊലോങ് ദ ലൈഫ് ഓഫ് ദ പേഷ്യൻറ്റ്. പാത്തജൻസിന്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് ഈ വ്യക്തിയുടെ ജീവിതം കുറച്ചും കൂടി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ആ കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെ എയ്ഡ്സ് പ്രിവെന്റ് ചെയ്യാം? പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് എയ്ഡ്സ്. എയ്ഡ്സ് എന്താണ്, പാത്തജൻ എന്താണ്, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അങ്ങനെയുള്ള എയ്ഡ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഘട്ടം. പിന്നെ യൂസ് ഓഫ് ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്. ഏത് ആവശ്യത്തിനാണെങ്കിലും ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് യൂസ് ചെയ്യുക. ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കുക. ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്, അതായത് ഈ ഒരു ഡിസീസിന്റെ ഇൻസിഡൻസ് ഏറ്റവും കൂടിയ മേഖലകളിൽ കോണ്ടം ഡിസ്ട്രിബ്യൂഷൻ, അതായത് കോണ്ടം എന്ന് പറയുമ്പോൾ ദ വൺ ആൻഡ് ഓൺലി കോൺട്രസെപ്റ്റീവ് വിച്ച് ക്യാൻ റെസിസ്റ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് HIV ലൈക്ക് പാത്തോജനിക് ഏജൻസ് ഫ്രം വൺ പേഴ്സൺ ടു ദി അതർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോണ്ടംസിന് അങ്ങനെ ഒരു എഫിഷ്യൻസി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഇത്തരം ഇന്റൻസിറ്റി കൂടിയ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഡിസീസ് ഇൻസിഡൻസ് വളരെ കൂടിയ പ്രദേശങ്ങളിൽ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. പിന്നെ മേക്കിംഗ് ബ്ലഡ് ബാങ്ക് സേഫ് ഫ്രം HIV. ഒരു രീതിയിലും കണ്ടാമിനേഷൻ വരാൻ പാടില്ലാത്ത രീതിയിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട മേഖലയാണ് ഈ ബ്ലഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ റെഗുലർ ചെക്കപ്സ് ഫോർ HIV, അതായത് ആളുകൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് HIV ടെസ്റ്റുകൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്വക്കേറ്റിംഗ് സേഫ് സെക്സ്, കൺട്രോളിംഗ് ഡ്രഗ് അബ്യൂസ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ. അപ്പോൾ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻസറിനെ കുറിച്ചാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ആ ഒരു സെഷനിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ എന്താ ക്യാൻസർ? അബ്നോർമൽ ആൻഡ് അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ട്യൂമർ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സെൽസ്. അതായത് അബ്നോർമൽ ആൻഡ് അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്, അതാണ് മെയിനായിട്ട് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൽ നോർമൽ സെൽ ഷോ കോണ്ടാക്ട് ഇൻഹിബിഷൻ. എന്താ കോണ്ടാക്ട് ഇൻഹിബിഷൻ? കോണ്ടാക്ട് വിത്ത് ദ അതർ സെൽസ് ഇൻഹിബിറ്റ് ദെയർ അൺകൺട്രോൾഡ് ഗ്രോത്ത്. ബോഡിക്കകത്തുള്ള ഓരോ സെല്ലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൊട്ടക്റ്റീവ് മെഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത വിസിനിറ്റിയിലുള്ള സെല്ല് ക്യാൻസറിലാവുന്നതിനെ ഈ സെല്ലുകളെല്ലാം തടയുന്നുണ്ട്. ഈ ഒരു കൺട്രോളും കൂടി നഷ്ടപ്പെട്ടിട്ടാണ് സാധാരണ സെല്ലുകൾ ക്യാൻസർ സെല്ലായിട്ട്, ക്യാൻസർ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രോത്ത് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന സെല്ലായിട്ട് മാറുന്നത്. പിന്നെ ക്യാൻസർ സെൽസ് ഡു നോട്ട് ഹാവ് ദിസ് പ്രോപ്പർട്ടി. ക്യാൻസറുകൾക്ക് പിന്നെ ഈ പ്രോപ്പർട്ടി ഒന്നുമില്ല. അവരൊരിക്കലും മറ്റൊരു സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാനോ മറ്റൊന്നിക്കില്ല. മാക്സിമം മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇനി ക്യാൻസറിൽ 2 ടൈപ്സ് വരുന്നുണ്ട്. ഒന്ന് ബിനൈനും ഒന്ന് മാലിഗ്നൻറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ എന്താ ബിനൈൻ? കൺഫൈൻ ടു ദ പ്ലേസ് ഓഫ് ഇറ്റ്സ് ഒറിജിൻ. എവിടെയാണോ ക്യാൻസർ ഇനിഷ്യേറ്റ് ചെയ്തത് ആ ഭാഗത്ത് തന്നെ സസ്റ്റെയിൻ ചെയ്ത് അവിടെ ഗ്രോത്ത് നടക്കുക എന്നുള്ളതാണ്. മറ്റു ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നില്ല. ദേ ഡു നോട്ട് സ്പ്രെഡ് ടു അതർ പാർട്സ്. മറ്റുള്ള ഭാഗങ്ങളിലേക്ക് അത് മൂവ് ചെയ്യുന്നില്ല. കോസ് ലിറ്റിൽ ഡാമേജ്. കമ്പാരറ്റീവ്ലി ലിറ്റിൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഡാമേജ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ക്യാൻസർ സെല്ലുകളുടെ ആക്ടിവിറ്റി വരുന്നത്. മാസ് ഓഫ് പ്രോളിഫറേറ്റിംഗ് സെൽസ് ഓർ നിയോപ്ലാസ്റ്റിക് ഓർ ട്യൂമർ സെൽസ് ദാറ്റ് grow rapidly, invade and damage the surrounding normal tissues. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പിന്നെ ചുറ്റുപാടുള്ള സെൽസിനെ ടിഷ്യൂസിനെയൊക്കെ നശിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകത ഈ ഒരു മാലിഗ്നന്റ് ട്യൂമേഴ്സിനകത്തുണ്ട്. ഡ്യൂ ടു ആക്റ്റീവ് ഡിവിഷൻ ആൻഡ് ഗ്രോത്ത് ദേ സ്റ്റാർവ് അതർ സെൽസ് ബൈ കംപ്ലീറ്റിംഗ് ദ ന്യൂട്രിയൻസ്. അങ്ങനെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു ആക്റ്റീവ് ഡിവിഷൻ ആൻഡ് ഗ്രോത്ത്, വളരെ ആക്റ്റീവായിട്ടുള്ള ഡിവിഷനും ഗ്രോത്ത് ഒക്കെ നടക്കുന്ന സമയത്ത് ദേ സ്റ്റാർവ് നോർമൽ സെൽസ്, സാധാരണ സെല്ലുകളെ സ്റ്റാർവ് ചെയ്യുന്നു. അതായത് ആ സാധാരണ സെല്ലുകൾക്ക് വേണ്ട ന്യൂട്രിയൻസ് അടക്കം ഇവർ യൂട്ടിലൈസ് ചെയ്ത് തീർക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. സെൽസ് ലോഡ് ഫ്രം ദ ട്യൂമർ റീച്ച് ടു ദ അതർ സൈഡ്സ് ത്രൂ ബ്ലഡ് വേർ ദേ ഫോം ന്യൂ ട്യൂമർ. ദിസ് ഇസ് കോൾഡ് മെറ്റാസ്റ്റാസിസ്. അതായത് ഈ ഒരു പിന്നെന്താണ് ക്യാൻസർ ഇൻസിഡൻസ് നടന്ന ഭാഗത്ത് നിന്ന് അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന, അവിടുന്ന് ഇളകിപ്പോരുന്ന സെൽസ് ബ്ലഡ് വഴി പോയിട്ട് സാധാരണ സെൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന മേഖലയിൽ പോയിട്ട് മറ്റുള്ള മേഖലകളിൽ ബോഡിയുടെ റീജിയൻസിൽ പോയിട്ട് അവിടെ ക്യാൻസർ ഇനിഷ്യേറ്റ് ചെയ്യുന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ സ്പ്രെഡിങ് ടൈപ്പ് ക്യാൻസർ ആണത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ഏരിയയിൽ മറ്റൊരു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉള്ള ഒരു ക്യാൻസറും കൂടിയാണ്, ഈ ഒരു ക്യാൻസർ ടൈപ്പും കൂടിയാണ് ഈ പറഞ്ഞ മാലിഗ്നന്റ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇതിന്റെ കാരണങ്ങൾ, ക്യാൻസറിന്റെ കാരണങ്ങൾ. ദ ഏജൻസ് വിച്ച് കോസ് ക്യാൻസർ, അതിനെയാണ് കാർസിനോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം ഏതൊക്കെയാണെന്ന്. ഫിസിക്കൽ ഏജൻസ്, അയോണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് എക്സ്റേ, പിന്നെ ഗാമ റേഡിയേഷൻസ് ആൻഡ് നോൺ അയോണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് അൾട്രാ വയലറ്റ്. ഇതൊക്കെ ഇന്റൻസിറ്റി കൂടിയ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ക്യാൻസറിന് കാരണമാവും. പിന്നെ കെമിക്കൽ ഏജൻസ്, ടുബാക്കോ സ്മോക്ക്, മേജർ കോസ് ഓഫ് ലങ് ക്യാൻസർ ടുബാക്കോ ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ വിനൈൽ ക്ലോറൈഡ്, കഫീൻ, നിക്കോട്ടിൻ, മസ്റ്റാർഡ് ഗ്യാസ്, ഇതൊക്കെ ഹൈ ഇന്റൻസിറ്റിയിൽ ബോഡിക്കകത്ത് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ക്യാൻസറിന് വളരെ പെട്ടെന്ന് ക്യാൻസർ ഇൻസിഡൻസിലേക്ക് ഒരാൾ പോകാനുള്ള സാധ്യതയുണ്ട്. അത് മൈൽഡ് ഡോസ് ആണെങ്കിലും ഹെവി ഡോസ് ആണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബയോളജിക്കൽ ഏജൻസ്, ഓങ്കോജനിക് വൈറസുകൾ എന്ന കാറ്റഗറി, സെല്ലുലാർ ഓങ്കോജീൻസ് ഓർ പ്രോട്ടോ ഓങ്കോജീൻസ്, ഇങ്ങനെയുള്ള ആ ഒരു ഫാക്ടേഴ്സ് നമ്മുടെ ബോഡിക്കകത്ത് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അത് സാധാരണ നോർമലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സെല്ലുകളിൽ ഈ ഒരു ഓങ്കോജീൻസ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയിൽ ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ അതിന് ഇൻസിഡൻസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെൻ സി ഓങ്കോജീൻ ഇൻ നോർമൽ സെൽസ് ആർ ആക്ടിവേറ്റഡ് ദ സെൽ ബിക്കം ഓങ്കോജനിക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ബയോപ്സി എന്ന് പറയുന്ന മെത്തേഡാണ്. ബയോപ്സി എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ബയോപ്സി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണത്? ആ ക്യാൻസർ ഇൻസിഡൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനിൽ നിന്നും ഒരു ടിഷ്യൂ സാമ്പിൾ എടുത്തിട്ട് അത് നമ്മൾ ടെസ്റ്റിന് അയക്കുന്നു. ആ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യാൻസർ ഇൻസിഡൻസ് ആണോ സാധാരണ ട്യൂമർ ആണോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കൺഫേം ചെയ്തെടുക്കാവുന്നതാണ്.
പിന്നെ ഇമേജിംഗ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കാനിങ് മെത്തഡോളജി സാധാരണഗതിയിൽ യൂസ് ചെയ്തിട്ടാണ് ഈ പിന്നെ സ്കാനിങ് ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് എക്സ്റേ മുതലങ്ങ് തുടങ്ങിയിട്ട് എക്സ്റേ CT MRI പോലുള്ള ഇമേജിംഗ് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് ക്യാൻസർ ഇൻസിഡൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. പിന്നെ യൂസ് ഓഫ് ആൻറ്റിബോഡീസ് നോർമൽ ആയിട്ടുള്ള സെല്ലുകളിലേക്കാളും വ്യത്യസ്തമായിട്ട് പ്രോളിഫറേറ്റിംഗ് സെൽസ് അല്ലെങ്കിൽ ക്യാൻസർ സെല്ലുകൾ ഇൻസിഡൻസ് വന്നിട്ടുള്ള ബോഡിക്കകത്ത് ചില പ്രത്യേകതരം പ്രോട്ടീനുകളുടെ സാന്നിധ്യം ബ്ലഡിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. ആ ബ്ലഡിനകത്ത് ഈ ക്യാൻസർ അസോസിയേറ്റഡ് പ്രോട്ടീനുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ക്യാൻസർ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ബ്ലഡിനകത്തുള്ള ഈ ആൻറ്റിബോഡീസിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ്, അതായത് ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിക്കകത്ത് എത്തുന്ന അല്ലെങ്കിൽ ബോഡിക്കകത്ത് ഫോം ചെയ്ത ക്യാൻസർ സെല്ലുകൾക്ക് എതിരായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് വരിക. അങ്ങനെയുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ക്യാൻസർ അസോസിയേറ്റഡ് മെറ്റീരിയൽസ് ബ്ലഡിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഇൻസിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാം. പിന്നെ മോളിക്കുലാർ ബയോളജി ടെക്നിക്സ്, ഇത് ജനറ്റിക് അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. സെല്ലുകളുടെ ജനറ്റിക് ജീൻ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സെല്ല് ക്യാൻസർ സെല്ലായിട്ട് മാറിയിട്ടുണ്ടോ, മാറുന്നുണ്ടോ, മാറാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജിയും കൂടിയാണ്. അടുത്ത് നോക്കുന്നത് നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണത്? ഒന്ന് റേഡിയോ തെറാപ്പി എന്ന് പറയുന്ന ആ മെത്തേഡ്. ട്യൂമർ സെൽസ് ആർ ഇറാഡിയേറ്റഡ് ലീത്തലി വിത്തൗട്ട് ഡാമേജിങ് സറൗണ്ട് നോർമൽ ടിഷ്യൂ. ഹൈ എനർജി റേഡിയേഷൻസ് യൂസ് ചെയ്ത് ക്യാൻസർ ഇൻസിഡൻസ് ഉള്ള ഭാഗങ്ങളിൽ ആ ടിഷ്യൂസിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. കീമോതെറാപ്പി എന്ന് പറഞ്ഞതാണ് യൂസ് ഓഫ് chemotherapeutic drugs, and many drugs have the side effects, hair loss, anemia, etc. ഇപ്പം എന്താ സംഗതി? ഈ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക, അങ്ങനെ ക്യാൻസർ ഇൻസിഡൻസിനെ ഇല്ലാതെയാക്കുക. അതിന് മാസീവായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അതിൽ കോമൺ സൈഡ് എഫക്റ്റ് ആണ് ഹെയർ ലോസ്, അനീമിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന മെത്തേഡാണ്. ദ പേഷ്യൻസ് ആർ ഗിവൺ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്, എക്സാമ്പിൾ ആൽഫ ഇന്റർഫോൺസ്, വിച്ച് ആക്ടിവേറ്റ്സ് ദെയർ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഹെൽപ്സ് ടു ഡെസ്ട്രോയിങ് ദ ട്യൂമർ. അപ്പം എന്താ അതിനകത്ത് വരുന്നത്? ഈ പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ക്യാൻസറുകൾക്കെതിരായിട്ട് തിരിച്ചുവിടുക. അതായത് ഒരു ക്യാൻസർ ഇൻസിഡൻസ് വന്നിട്ടുള്ള പേഷ്യന്റിന്റെ ബോഡിക്കകത്തുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്യാൻസർ സെൽസിനെ ഇറാഡിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് മെത്തേഡാണ്. പിന്നെ മറ്റൊരു മെത്തേഡാണ് സർജറി എന്ന് പറയുന്നത്. ഈ ക്യാൻസർ ഇൻസിഡൻസ് വന്ന മേഖല, ആ ഒരു റീജിയൻ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുക, സർജിക്കൽ റിമൂവൽ നടത്തുക എന്നുള്ളതാണ് മറ്റൊരു മെത്തേഡ്. അങ്ങനെ പല പല മെത്തേഡുകൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും ബോഡിയുടെ കണ്ടീഷൻസ് അനുസരിച്ച് ബോഡിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അടുത്ത സെഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, കാരണം സമയപരിമിതി ഇതിനകത്ത് വളരെ അധികം വരുന്നുണ്ട്, വലിയൊരു ചാപ്റ്ററിലെ. അപ്പോൾ ഈ സെഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഡൗട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ടീം യൂണിവേഴ്സലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമുക്ക് തീർക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഡ്രഗ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ അബ്യൂസ്. ഓക്കെ, അപ്പോൾ എന്താ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ? എനി കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ക്രിയേറ്റ് ഫിസിക്കൽ, മെന്റൽ ചേഞ്ചസ് ഓർ അബറേഷൻസ് ഇൻ ദ ബോഡി ക്യാൻ ബി കൺസിഡേഴ്സ് ആസ് എ ഡ്രഗ്. അപ്പൊ ഡ്രഗ് എന്നുള്ള വേർഡ് കൊണ്ട് അങ്ങനെ ഒരു പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഡ്രഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസും ഡ്രഗ്സ് എന്നുള്ള പേര് യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം മെഡിസിൻസ് നമ്മുടെ ബോഡിക്കകത്ത് പല കെമിക്കലുകളും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ആക്ച്വലി മോഡേൺ ഡേയ്സിനകത്ത് നർക്കോട്ടിക് ഡ്രഗ് എന്നുള്ള ടേമും കൃത്യമായിട്ട് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നർക്കോസിസ് ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് പൊതുവെ നർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. നർക്കോസിസ് എന്ന് പറഞ്ഞാൽ എ കണ്ടീഷൻ ഓഫ് സ്ലീപ്പ് എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ മയക്കുമരുന്ന് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. പക്ഷേ ഇന്ന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് യുവാക്കളുടെ ഇടയിലൊക്കെ ഒരുപാട് വലിയ വിപത്ത് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. ആ ഒരു മയക്കുമരുന്നുകളിൽ പിന്നെ എല്ലാം ഇതുപോലെ സെഡേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാവണം എന്ന് ഇല്ല. ചിലത് പിന്നെന്താണ് ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഡ്രഗുകൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓൾഡ് യൂസേജ് ആണ് നർക്കോട്ടിക് ഡ്രഗ് എന്ന് പറയുന്നത്. എന്തായാലും കുറച്ച് നാച്ചുറൽ നർക്കോട്ടിക് ഡ്രഗ്സിന്റെ എക്സാമ്പിളിലേക്കാണ് നമ്മൾ പിന്നെ പോകുന്നത്. അതിൽ ഒന്ന് ഓപ്പിയോയിഡ്സ് കാറ്റഗറി നാച്ചുറലാണ്, കനാബിനോയിഡ്സ്, കൊക്കൈ-ആൽക്കലോയിഡ്സ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഓപ്പിയോയിഡ്സ്? അപ്പൊ ഈ ബോഡിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഓപ്പിയോയിഡ് റിസപ്റ്ററുകളിൽ ബൈൻഡ് ചെയ്യുക. അത് ആ റിസപ്റ്ററുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് CNS-ലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലൊക്കെയാണ്. ആ റിസപ്റ്ററുകളിൽ അറ്റാച്ച് ചെയ്യുക.
ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ്, എന്നിട്ട് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് മോർഫിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ മോർഫിൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ലാറ്റക്സ് ഓഫ് പോപ്പി പ്ലാന്റ്, പെപ്പാവർ സോംനിഫറം. ആ ഒരു പ്ലാന്റിന്റെ ലാറ്റക്സ് എന്നാണ് ഈ മോർഫിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതൊരു സെഡേറ്റീവ് ആണ്, പെയിൻ കില്ലർ ആണ്. അപ്പോൾ മെഡിക്കൽ യൂസ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് കൂടിയ അളവിൽ യൂസ് ചെയ്യുന്ന സമയത്താണ് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അത് സർജറിക്ക് വരെ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. പിന്നെ ഈ ഓപ്പിയോയിഡ്സിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ഹെറോയിൻ, സ്മാക്ക് ഓർ ഡയസ്റ്റൈൽ മോർഫിൻ ഇസ് എ വൈറ്റ് ഓർഡർലെസ് ബിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട്. അതായത് ആ ഒരു കാറ്റഗറിയിൽ ഒന്നുകൂടി പ്രോസസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ അസിറ്റൈലേഷൻ ഓഫ് മോർഫിൻ. മോർഫിൻ അസിറ്റൈലേഷൻ നടത്തിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടേക്കൺ ബൈ സ്നോട്ടിങ് ഓർ ഇഞ്ചക്ഷൻ ആയിട്ടും സ്നോട്ട് ചെയ്തിട്ടും അത് എടുക്കുന്നുണ്ട്. ഇതൊരു ഡിപ്രസൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബോഡി ഫംഗ്ഷനെ സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ സെഡേഷൻ ആണ് സാധാരണഗതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് കനാബിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് ബോഡിക്കകത്ത് എക്സസ് ചെയ്യുന്ന കനാബിനോയിഡ് റിസപ്റ്ററിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ് കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് കാണുന്നത്. ഇത് ഇൻഹലേഷൻ ബോഡിക്കകത്ത് ഇൻഹെയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഓറൽ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് ആ പാറ്റേണിലും ഇത് ബോഡിക്കകത്തേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകതകളുണ്ട്. ഇത് നാച്ചുറലി അവൈലബിൾ ആവുന്നത് ഇൻഫ്ലോറസെൻസ് ഓഫ് ദ പ്ലാന്റ് കനാബിസ് സറ്റൈവ എന്ന് പറയുന്ന ഹെം പ്ലാന്റ്, ഈ കഞ്ചാവ് ചെടിയിൽ നിന്നാണ് ഇത് അവൈലബിൾ ആവുന്നത് എന്നുള്ള പ്രത്യേകത ഉണ്ട്. പിന്നെ its flower tops, leaves, resins and used to produce marijuana, hashish, charas, ganja. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ടോപ്സ്, ലീഫ്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ബോഡി പാർട്ടുകൾ, പ്ലാന്റിൻ്റെ മറ്റുള്ള ബോഡി പാർട്ടുകളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മരിജ്വാന, ഹാഷിഷ്, ചരസ് ഓർ ഖരസ്, പിന്നെ ഗഞ്ച. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് മെയിനായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൽ ദേ അഫക്ട് ദ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനകത്ത് അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഈ കനാബിനോയിഡ്സ് സ്പോർട്സ് പേഴ്സൺസും സാധാരണഗതിയിൽ അവരുടെ സ്പോർട്സ് അവർ അത്ലറ്റിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കൊക്ക ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന ആ കൊക്കൈൻ, കോക്ക്, ക്രാക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സംഗതി. എന്താ അത്? ഇറ്റ് ഈസ് ഒബ്റ്റൈൻ ഫ്രം ദ പ്ലാന്റ് എറിത്രോസൈലം കൊക്ക എന്ന് പറഞ്ഞ പ്ലാന്റ് എന്നാണ് കിട്ടുന്നത്. ഇറ്റ് ഇന്റർഫിയർസ് വിത്ത് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ. അപ്പോൾ ബോഡിക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റിംഗ് സബ്സ്റ്റൻസ് ആണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഡോപ്പമൈൻ സാധാരണഗതിയിൽ ബോഡിക്കകത്ത് ഒരു ഹാപ്പി കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ അല്ല, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, ന്യൂറോ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ആണത്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന കൊക്ക ആൽക്കലോയിഡ്സ് ഓർ കൊക്കൈൻ. അപ്പോൾ എന്താ അത്? ഇറ്റ് ഈസ് ഒബ്റ്റൈൻ ഫ്രം ദ കൊക്ക പ്ലാന്റ് എറിത്രോസൈലം കൊക്ക. ഇറ്റ് ഈസ് ഇന്റർഫിയർസ് വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ. അപ്പോൾ അത് എറിത്രോസൈലം കൊക്ക എന്ന ആ ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കുന്നത് ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റിംഗ് സബ്സ്റ്റൻസിന്റെ ആ ഒരു പ്രൊഡക്ഷൻ അതുപോലെ ആക്ടിവിറ്റീസിനെ ഇന്റർഫിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡോപ്പമൈൻ സാധാരണഗതിയിൽ ബോഡിക്കകത്ത് ഒരു ഹാപ്പി കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഇതിന്റെ ഓവറായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രീം ഹാപ്പി കണ്ടീഷനിലേക്ക്, ഒരു ഉന്മാദാവസ്ഥയിലേക്ക് ബോഡി പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. Cocaine is usually snorted. It stimulates CNS to produce euphoria or increased energy. Excessive dose of cocaine causes hallucination. Excessive dose യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം. പിന്നെ അട്രോഫ ബെല്ലഡോണ, ഡാച്ചുറ ആർ ഓൾസോ ഹാലൂസിനോജനിക് പ്ലാന്റ്സ്. അപ്പോൾ ഇതൊക്കെ ഈ കൂട്ടത്തിൽ വരുന്ന, ആ കാറ്റഗറിയിൽ വരുന്ന ആ ഒരു പ്ലാന്റ്സ് ആണെന്നുള്ള കാര്യം ഓർക്കുക. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഡ്രഗ്സിന്റെ കുറച്ച് മറ്റുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ലൈക്ക് ബാർബിറ്റുറേറ്റ്സ്, ആംഫിറ്റമൈൻസ്, ഇത് കെമിക്കൽ ഡ്രഗ്സ് ആണ്. ബെൻസോ ഡയാസഫൈൻസ് എക്സെട്ര ആർ യൂസ്ഡ് ആസ് മെഡിസിൻസ് ടു ട്രീറ്റ് മെന്റൽ ഇൽനെസ് ലൈക്ക് ഡിപ്രഷൻ ആൻഡ് ഇൻസോംനിയ. ഇൻസോംനിയ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെതിരായിട്ട് ഒരു ഡ്രഗ് പോലെ ഉപയോഗിക്കുന്നു. പക്ഷേ ഓവർഡോസ് എടുത്തു കഴിഞ്ഞാൽ ഇത് നാർക്കോട്ടിക് ഡ്രഗിന്റെ എഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് സ്മോക്കിംഗ്. അപ്പോൾ സ്മോക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ടുബാക്കോ ഹാസ് ബീൻ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഫോർ ഓവർ 400 years. ഇറ്റ് ഈസ് സ്മോക്ക്ഡ്, ച്യൂഡ് ഓർ യൂസ്ഡ് ആസ് സ്നഫ്. പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. It contains many chemical substances like nicotine, an alkaloid which stimulates the adrenal gland to release adrenaline and noradrenaline. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് causing high BP and
ഹാർട്ട് റേറ്റ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു ഉന്മേഷം വരുന്നു, ഉഷാർ വരുന്നു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ആ ഒരു റിസൾട്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സ്റ്റിമുലേഷൻ ഒരു തവണ ബ്രെയിൻ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു തരത്തിലുള്ള ആ ഒരു സെൻസേഷൻ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടി, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ആക്ടിവേഷൻ എപ്പോഴും നടക്കാൻ വേണ്ടിയിട്ട് ആ ബ്രെയിൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ടുബാക്കോയ്ക്ക് ആളുകൾ ആ ഒരു അഡിക്റ്റ് ആയി പോകുന്ന കണ്ടീഷനും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ സ്മോക്കിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ക്യാൻസേഴ്സ് ഓഫ് ലങ്, യൂറിനറി ബ്ലാഡർ ആൻഡ് ത്രോട്ട്, പിന്നെ അതുപോലെ എംഫിസീമ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രോങ്കൈറ്റിസ്, കൊറോണറി ഹാർട്ട് ഡിസീസ്, ഗ്യാസ്ട്രിക് അൾസർ, ഇതൊക്കെ ഈ ഒരു ടുബാക്കോ യൂസ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ ടുബാക്കോ ചൂയിങ് സാധാരണഗതിയിൽ ഓറൽ ക്യാൻസറിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്മോക്കിംഗ് ഇൻക്രീസ് കാർബൺ മോണോക്സൈഡ് കണ്ടന്റ് ഇൻ ബ്ലഡ് ആൻഡ് റെഡ്യൂസസ് ഓക്സിഹീമോഗ്ലോബിൻ. അങ്ങനെ വരുന്ന സമയത്ത് ദിസ് കോസ് O2 ഡെഫിഷ്യൻസി ഇൻ ദ ബോഡി. അതായത് സ്മോക്കിംഗ് ബ്ലഡിനകത്ത് കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂട്ടുന്നു, അങ്ങനെ ഓക്സിഹീമോഗ്ലോബിൻ്റെ അളവ് കുറയ്ക്കുന്നു. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ബോഡിയെ കൊണ്ടുപോകും. ഓക്കെ, ഈ ടുബാക്കോയുടെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് പ്രത്യേകത. ബോഡിക്കകത്തുള്ള സകല ഓർഗൻസിനെയും സകല സിസ്റ്റത്തിനെയും ബോഡിക്കകത്തുള്ള എൻറ്റയർ മെറ്റബോളിക് സ്ട്രക്ചറിനെയും നശിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ടുബാക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത മേഖലയിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡോളസെൻസ് ആൻഡ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. എന്താണ് അഡോളസെൻസ്? അഡോളസെൻസ് ഇസ് എ പീരിയഡ് ആൻഡ് പ്രോസസ് ഡ്യൂറിങ് which a child become mature in terms of his or her attitude, beliefs for effective participation in the society. അപ്പോൾ ഒരു പ്രോസസ്സാണ്, അതുപോലെ തന്നെ പീരിയഡാണ്. അപ്പോൾ ഈ ഒരു ചൈൽഡ് എന്നുള്ള അവസ്ഥയിൽ നിന്നും ഒരു വ്യക്തി, ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ ഒരു അഡൾട്ട് ഇൻഡിവിജ്വലായിട്ട് മാറുന്ന ആ ഒരു കാലഘട്ടമാണ് അഡോളസെൻസ്. അതുപോലെ ഇത് പ്രോസസ്സായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതൊരു ബ്രിഡ്ജാണ്. എന്തിൻ്റെ? ചൈൽഡ്ഹുഡ് അഡൽട്ട്ഹുഡും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ്. 12 to 18 years ആണ് ഈ കാലഘട്ടം നമ്മൾ പരിഗണിക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് വെരി വൾനറബിൾ ഫേസ് ഓഫ് മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. സൈക്കോളജിക്കൽ മെൻ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ വളരെ വൾനറബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഈ അഡോളസെൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഈ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസിലേക്ക് അഡോളസെൻസ് ഇൻഡിവിജ്വൽസ് വരുന്നു എന്നുള്ളത്. ഒന്ന്, ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. 2, നീഡ് ഫോർ അഡ്വഞ്ചർ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. 3, എസ്കേപ്പ് ഫ്രം ഫേസിങ് ദ പ്രോബ്ലംസ്. പിന്നെ സ്ട്രെസ് ഫ്രം പ്രഷർ ഇൻ എക്സൽ ഇൻ അക്കാഡമിക്സ് ഓർ എക്സാമിനേഷൻ. ടെലിവിഷൻ, മൂവീസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇൻ്റർനെറ്റ്, ഇവയുടെയൊക്കെ സ്വാധീനം. അൺസ്റ്റേബിൾ ഓർ അൺസപ്പോർട്ടീവ് ഫാമിലി സ്ട്രക്ചർ ആൻഡ് പിയർ പ്രഷർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സാധാരണ അഡോളസെന്റ് ഇൻഡിവിജ്വലിനെ ഈ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസിലേക്ക് എത്തിക്കുന്നത്. അടുത്തത് അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ് എന്താണെന്നുള്ളത് നോക്കാം. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ് ഓർ യൂഫോറിയ അല്ലെങ്കിൽ ടെമ്പററി ഫീലിംഗ് ഓഫ് വെൽബീയിങ് ടു ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. അതാണ് ഈ സാധാരണഗതിയിൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫിസിയോളജിക്കൽ അറ്റാച്ച്മെന്റ് ആണ്. മെയിനായിട്ട് ഈ ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കേസല്ല അത്. കെമിക്കൽ ഉപയോഗിക്കുന്നു, പക്ഷെ ആ കെമിക്കൽ ഉപയോഗിക്കുന്നതുകൊണ്ട് മൈൻഡിനകത്ത് ബോഡിക്കകത്ത് നടക്കുന്ന മാറ്റത്തിനോടാണ് ഈ വ്യക്തി ആക്ച്വലി അഡിക്റ്റ് ആയി പോകുന്നത് എന്നുള്ള പ്രത്യേകത ഉണ്ട്. വിത്ത് റിപ്പീറ്റഡ് യൂസ് ഓഫ് ഡ്രഗ്സ് ദ ടോളറൻസ് ലെവൽ ഓഫ് ദ റിസപ്റ്റേഴ്സ് ഇൻക്രീസ്. തുടർച്ചയായിട്ട് ഏത് ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് റെക്കഗ്നൈസ് ചെയ്യുന്ന ആ റിസപ്റ്റേഴ്സിന്റെ ടോളറൻസ് ഉയരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദസ് ദ റിസപ്റ്റർ റെസ്പോണ്ട് ടു ഓൺലി ഹൈ ഡോസസ്. അപ്പോൾ ചെറിയ അളവിൽ തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് ആൽക്കഹോളൊക്കെ തുടങ്ങുന്ന ആളുകൾ പിന്നീട് ഗ്രാജ്വലി അതിൻ്റെ അളവ് കൂട്ടുന്നതിൻ്റെ കാരണം ആണ് ഈ പറഞ്ഞത്. ഇനി ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു മാനിഫെസ്റ്റ് എ ക്യാരക്ടറിസ്റ്റിക് ഓർ അൺപ്ലസന്റ് വിഡ്രോവൽ സിൻഡ്രോം ഇഫ് റെഗുലർ യൂസ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ഈസ് അബ്രപ്റ്റ്ലി ഡിസ്കണ്ടിന്യൂഡ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രഗ്സ് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ബോഡി ഒരുപാട് അൺപ്ലസന്റ് ആയിട്ടുള്ള വിഡ്രോവൽ സിൻഡ്രോം അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് സാധാരണഗതിയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അടിമത്വം അല്ലെങ്കിൽ അടിമയായി മാറി എന്നുള്ളതാണ് അർത്ഥം. ദിസ് റിസൾട്ടിൻ അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ആങ്സൈറ്റി, ഷേക്കിനെസ്, നോസിയ, സ്വെറ്റിംഗ്, ഇതൊക്കെ റിസൾട്ടായിട്ട് വരാം. ഈ ഒരു ഡിപ്പെൻഡൻസ് ഉള്ള ആളുകൾ പൊതുവെ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് കാണിക്കുന്നതായിട്ട് കാണാം. അവർ പൊതുവെ സൊസൈറ്റിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് മാക്സിമം കുറച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു അബ്നോർമൽ സോഷ്യൽ ഇൻട്രാക്ഷൻ പാറ്റേണിലേക്ക് ഇവർ മൂവ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കാണുന്നതാണ്. ഇനി എഫക്റ്റ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എന്തൊക്കെയാണ് എഫക്റ്റ് എന്നത്? ഒന്ന്, റെക്ലെസ് ബിഹേവിയർ, വാൻഡലിസം ആൻഡ് വയലൻസ്.
Coma and death due to respiratory failure, heart failure, or cerebral hemorrhage. Drugs mixed with alcohol may cause death. Damage of nervous system, liver cirrhosis. Mental and social distress to family and friends. Social problems like stealing, spreading of infectious disease, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഓക്കെ, ഇതിനകത്ത് വാർണിംഗ് സൈൻസ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ഇൻ അഡോളസൻസ് പീരിയഡ്. ഓക്കെ, നോക്കാം. ഡ്രോപ്പ് ഇൻ അക്കാദമിക് പെർഫോമൻസ് ആൻഡ് ആബ്സെന്റ് ഫ്രം സ്കൂൾ. Lack of interest in personal hygiene, withdrawal and isolation, depression, fatigue, aggressive and rebellious behavior. ഇതൊക്കെ ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള കേസുകളാണ്. വാർണിംഗ് സൈൻസ്. അതുപോലെ ചേഞ്ച് ഇൻ സ്ലീപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഫ്ലക്ച്വേഷൻ ഇൻ വെയിറ്റ് ആൻഡ് ആപ്പറ്റൈറ്റ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്, ഡിറ്റീറിയേറ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ആ ഒരു വാർണിംഗ് സൈൻസ് ആയിട്ട് വരും. അപ്പോൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനി സൈഡ് എഫക്ട്സ് ഓഫ് അനാബോളിക് സ്റ്റിറോയിഡ്സ്, അതായത് അത്ലറ്റിക് പെർഫോമൻസും മറ്റും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചില അനാബോളിക് സ്റ്റിറോയിഡ്സ് ആളുകൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോങ് ടേം എഫക്റ്റുകളാണ് ഇതിനകത്ത് പറയുന്നത് മെയിനായിട്ട്. അപ്പോൾ മെയിൽസിനകത്തുള്ള എഫക്റ്റിൽ ആക്നെ, ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, മൂഡ് സ്വിങ്സ്, റെഡ്യൂസ് ടെസ്റ്റക്കിൾസ്, ഡിക്രീസ് സ്പേം പ്രൊഡക്ഷൻ, കിഡ്നി ആൻഡ് ലിവർ ഡിസ്ഫങ്ഷൻ, ബ്രസ്റ്റ് എൻലാർജ്മെന്റ്, പ്രിമച്വർ ബാൾഡ്നെസ്, എൻലാർജ്മെന്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇത്രയും മാറ്റങ്ങൾ മെയിൽസിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവോയ്ഡ് അൺഡ്യൂ പീർ പ്രഷർ. ഒന്ന്, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്, ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്, പിന്നെ സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ് സച്ച് ആസ് സൈക്കോളജിസ്റ്റ് ആൻഡ് സൈക്യാട്രിസ്റ്റ്, ഡി അഡിക്ഷൻ, റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസിലേക്ക് ഒരാൾ എത്തിപ്പെട്ടതിന് ശേഷം കൺട്രോൾ ചെയ്ത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ അത്രയും ലബോറിയസ് ആയിട്ടുള്ള അത്രയും വലിയ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. പ്രിവെൻഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ തന്നു കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല മേഖലകളിലും ഡൗട്ട്സ് തോന്നാൻ സാധ്യതയുണ്ട്. നമ്മൾ അത്ര ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല, കാരണം സമയപരിമിതി അതിനകത്ത് വളരെ വലിയ ഒരു ഘടകമാണ്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് ടീം യൂണിവേഴ്സിലുമായിട്ട് ബന്ധപ്പെടുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയും. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ നടത്തേണ്ട സമയമാണത്. ഇനി ലാഗൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും വളരെ വിലപ്പെട്ടതാണ്. ആ ഒരു പ്രിപ്പറേഷൻ അതിൻ്റെ ഏറ്റവും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാണ്, നോക്കാം. Match the column 1 and 2 and choose the correct combination from the options given, column 1 and column 2. അപ്പം എങ്ങനെയാണ് വരുന്നത്? ഇത് രണ്ടും തമ്മിൽ മാച്ച് ആക്കാനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് സിംറ്റംസും ഡിസീസുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ടൈഫോയിഡുമായി മാച്ച് ആവുന്ന ആ ഒരു സിംറ്റം, പ്രധാനപ്പെട്ട സിംറ്റം എന്താണ്? ഇൻഡസ്റ്റൈനൽ പെർഫൊറേഷൻസ്. ഓക്കെ അല്ലേ? ന്യൂമോണിയയോട് മാച്ച് ആവുന്നത് ഏതാണ്? ആൽവിയോളൈ ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്. പിന്നെ ഫൈലേറിയാസുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം ഏതാ വരുന്നത്? ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽസ്. റിംഗ് വേമുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാ? ഡ്രൈ സ്കെയിലി ലെഷൻസ് ഓൺ സ്കിൻ. പിന്നെ മലേറിയയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? ചിൽ ആൻഡ് ഹൈ ഫീവർ റെക്കറിങ് എവറി 3 to 4 days. കറക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ വരുന്ന ഏതാണ്? എല്ലാം മാച്ച് ആവുന്നത് ബി. പിന്നെ സെറിബ്രൽ
malignant malaria is caused by ഏതാണ് cerebral malignant malaria is caused by plasmodium falciparum. കൺഫ്യൂഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. പിന്നെ എ പേഴ്സൺ പ്രിപ്പയറിംഗ് ഫുഡ് ലൈക്ക് മേരി മെലൺ ക്യാൻ ബി എ മേജർ സോഴ്സ് ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസ്. എ പേഴ്സൺ പ്രിപ്പയറിംഗ് ഫുഡ് ലൈക്ക് മേരി മെലൺ ക്യാൻ ബി എ മേജർ സോഴ്സ് ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസ്. ഏതാണ്, അല്ലെങ്കിൽ മേരി മെല്ലനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മേരി മെലൻ അറിയപ്പെടുന്ന ടൈഫോയിഡ് മേരി എന്നുള്ളതാണ്. അപ്പോൾ ഡിസീസിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, ടൈഫോയിഡ്. പിന്നെ ഇൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഇന്റർഫ്രോൺസ് ആർ എ പാർട്ട് ഓഫ് ഏതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർഫ്രോൺസ് വരുന്ന? ഫിസിയോളജിക്കൽ ബാരിയർ, മാക്രോഫേജസ്, ഫിസിക്കൽ ബാരിയർ, സൈറ്റോകൈൻ ബാരിയർ. ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, ഓപ്ഷൻ സൈറ്റോകൈൻ ബാരിയർ. പിന്നെ ഈ ഒരു ആന്റിബോഡി മോളിക്യൂളിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഏകദേശം എന്നുള്ളതാണ് ചോദിച്ചത്. XZYO. അപ്പൊ ഏതാ വരിക? ഷേപ്പ് Y ലൈക്ക് സ്ട്രക്ചർ ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ദ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? ലിംഫോയിഡ് ഓർഗൻസ് ആൻഡ് സോലുബിൾ മോളിക്യൂൾസ്, ലിംഫോയിഡ് ടിഷ്യൂസ്, ലിംഫോയിഡ് സെൽസ് ആൻഡ് ആന്റിബോഡീസ്, ഓൾ ദി അബോവ്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ഓൾ ദി അബോവ്, ഓപ്ഷൻ ഡി. ഇനി പേഴ്സ് പാച്ചസ് ആർ ഫൗണ്ട് ഇൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഏതാ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. എയ്ത്ത് ക്വസ്റ്റ്യൻ ഇമ്മച്വർ ലിംഫോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ഇൻറ്റു ആന്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ്സ് ഇൻ ദി എവിടെ വെച്ചിട്ടാണ്? കൺഫ്യൂഷൻ ഒന്നുമില്ല, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. പിന്നെ മോൾട്ട് എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താന്ന് വെച്ചിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ, ഓപ്ഷൻ ഡി. പിന്നെ 10th ക്വസ്റ്റ്യൻ എയ്ഡ്സ് വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ ദ ഇയർ 1981. ഓക്കെ അല്ലേ? 11th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ ദാറ്റ് ഇൻക്രീസസ് നമ്പർ ഡ്യൂറിങ് ദ അലർജി കണ്ടീഷൻ ഈസ് ഏതാ വരുന്ന? അലർജിയുമായി ബന്ധപ്പെട്ട് കൂടുന്നത് IgE ടൈപ്പ്. Match the column 1 and 2 and choose the correct combination from options given. 12th question അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാ വരുന്നത് 12th ക്വസ്റ്റ്യന്റെ കാര്യങ്ങൾ? അതിനകത്ത് ഓപ്പിയോയിഡ്സ് അത് അതിന്റെ യൂസേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. ഓപ്പിയോയിഡ്സ് യൂസ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അത് സ്നോട്ടിംഗ് ആൻഡ് ഇൻജെക്ഷൻ. പിന്നെ കനാബിനോയിഡ്സ് ഇൻഹലേഷൻ ആൻഡ് ഓറൽ ഇൻജെക്ഷൻ. കൊക്ക ആൽക്കലോയിഡ്സ് സ്നോട്ടിംഗ് മെത്തേഡ്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? എല്ലാം മാച്ച് ആയി കിട്ടുന്നത് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എരിത്രോസൈലം കൊക്ക ഈസ് നേറ്റീവ് ടു സൗത്ത് അമേരിക്ക. Then 14th question morphine extracted from opium is an alkaloid. പിന്നെ 15th question assertion health is affected by genetic disorders, infection and lifestyle. Reason mind and mental state can affect our health. അസേഷനും റീസണും കറക്റ്റ് ആണ് എന്ന് വിചാരിച്ച് എന്താണ്? റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ബി എന്ന് പറയുന്നതാണ്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16th ക്വസ്റ്റ്യൻ ലൈസോസൈം ഫൗണ്ട് ഇൻ സലൈവ പെർസ്പിറേഷൻ ഓഫ് ആൻഡ് ടിയേഴ്സ് ഡെസ്ട്രോയ്സ്. എന്താ ചെയ്യുന്നത് എന്നാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ വരുന്ന? ലൈസോസൈം ഫൗണ്ട് ഇൻ സലൈവ പെർസ്പിറേഷൻ ആൻഡ് ടിയേഴ്സ് ഡെസ്ട്രോയ്സ്. എന്താ വരുന്നത്? എന്തിനാ നശിപ്പിക്കുന്നത്? certain bacteria, ഓപ്ഷൻ ബി. Patients suffering from the cholera are given the saline drop as stop transmission of nerve impulse and hence sensation of pain. അതാണോ അതിന്റെ മെത്തേഡ്? NaCl supplies energy, അങ്ങനെ വരാൻ സാധ്യതയില്ല. Na+ helps in the retain water in the body. NaCl functions as a fuel to cellular activities. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് സി ആണ്. Na+ helps to retain water in the body. 18th question a person likely to develop tetanus is immunized by giving. എന്താ ചെയ്യുന്നത്? ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ വരുന്നത്? pre-formed antibodies, option B. 19th question use of antihistamines and steroid give a quick relief from. Use of antihistamines and steroids give a quick relief from. Confusion ഒന്നുമില്ലല്ലോ, allergy. പിന്നെ 20th question the letter T in T lymphocytes refers to ഏതാണ്? തൈറോയിഡ് ആണോ? അല്ല. ഏതാ വരുന്നത്? തൈമസ് T.
അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിളിന് തന്നു എന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതൊന്നുമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടെത്തി അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ രീതിയിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നടക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ടീം യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുക. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ ഈ ടീം യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് തരാം. ഓൾ ടൈം ഞങ്ങൾ നിങ്ങളുടെ ഇത്തരം ക്വറീസ്, പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഡിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു, നല്ല ഒരു സമയം ആശംസിക്കുന്നു. പ്രിപ്പറേഷൻ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ നടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇനി നമുക്ക് അധികം ദിവസങ്ങളില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് നടക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു പ്രിപ്പറേഷൻ ടൈം ആശംസിക്കുന്നു. ഓക്കെ, നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു.